हम सब लोग जानते हैं कि प्रधानमंत्री मोदी जी के नेतृत्व में आशा वर्कर्स के काम के स्कोप को भी बहुत बढ़ाया गया और इंसेंटिव्स को भी बहुत बढ़ाया गया है और इसके साथ साथ हेल्थ के रिजल्ट्स आने में आशा वर्कर्स का बहुत बड़ा योगदान है। मैं इतना ही कहना चाहूँगा क्योंकि मिशन स्टीयरिंग ग्रुप ने इसमें आशा वर्कर्स के फाइनेंशियल सिचुएशंस को ध्यान में रखते हुए हर एक इंसेंटिव्स में उनको इंसेंटिवाइज किया है और यह बहुत ही फॉर्मिडेबल इंसेंटिवाइज किया गया है जिससे उनको लाभ मिलने वाला है और उनके तमाम दिक्कतों को देखने का पूरा प्रयास किया जा रहा है। आशा वर्कर्स आर रिक्वेस्टिंग द इंक्रीज ऑफ द incentives from the union government. Now they are giving only 1,200 rupees to ASHA workers as their incentives. They are considering not considering ASHA workers as workers. Union minister participated the struggle of ASHA workers and deceived them. Sir, Kerala is giving the highest honorarium to ASHA workers in our country. But some of the Congress leaders from Kerala have no courage to tell the truth. Sir, one of the noted Congress leaders told that some of the Congress leaders are working for BJP. It is very true in Kerala. They are tailing BJP in Kerala. ആരോഗ്യ മേഖലയിൽ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ ടാലന്റ് അസസ്മെന്റ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽക്ഷമതയിലും രാജ്യത്തെ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന കേരളത്തെ മോദി സർക്കാർ അർഹതപ്പെട്ടത് നിഷേധിച്ചുകൊണ്ട് അവഹേളിക്കാൻ ശ്രമിക്കുന്നു. നിർമ്മല സീതാരാമൻ കണ്ടിട്ടുള്ള രാജ്യത്തെ ഏത് സംസ്ഥാനത്തേക്കാൾ ജീവിത നിലവാരം പുലർത്തുന്ന ടൂത്ത് പേസ്റ്റും സോപ്പും ഉപയോഗിച്ച് ശുചിയാകുന്ന ഇന്ത്യൻ പൗരന്മാരുടെ നാടാണ് നവോത്ഥാന കേരളം. വർഗീയത വിളമ്പി 4 സീറ്റ് നേടി അധികാരത്തിലെത്തിയതിൻ്റെ ഹുങ്കിൽ എന്തും പറയാമെന്ന് നിർമ്മലയടക്കമുള്ളവർ വിചാരിക്കരുത്. നോക്കുകൂലി എന്ന കേരളം തുടച്ചു മാറ്റിയ കഥ പറഞ്ഞ് മണിപ്പൂരിലെ പ്രശ്നങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് ആളെ കൊല്ലുന്ന നടപടികൾക്ക് പരിച തീർക്കാതെ കണ്ണു തുറന്നു നോക്കണം കേരളത്തിലേക്ക്. ഇവിടെ പലതും ലോക നിലവാരത്തിലാണ്. നിർമ്മലയ്ക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അത് പി പ്രഭാകർ എന്ന താങ്കളുടെ ഭർത്താവിനോട് തന്നെ ചോദിച്ചാൽ മതി. കേരളത്തിൻ്റെ യശസ് കെടുത്താതെ രാജ്യം അക്രമരഹിതമായി ഭരിക്കാൻ പഠിക്കൂ മോഡി. ഒപ്പം അർഹതപ്പെട്ടത് നൽകാതെ അവഹേളിക്കുന്ന കേന്ദ്ര സർക്കാർ നിലപാടിനെ അറബിക്കടലിൽ എറിഞ്ഞുകൊണ്ട് ചർച്ച തുടരാം. ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ വി ശിവദാസൻ MP, CPIM നേതാവ്, കെ സോമൻ BJP നേതാവ്, ഒപ്പം M ജയചന്ദ്രൻ മുതിർന്ന മാധ്യമപ്രവർത്തകൻ. ആദ്യം BJP നേതാവ് ശ്രീ കെ സോമനിലേക്ക്. ശ്രീ കെ സോമൻ, 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ആശാ വർക്കർമാർക്കുള്ള ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കുന്ന അടക്കം ഇപ്പോൾ നാം ഇൻട്രോയ്ക്ക് മുമ്പ് കേട്ടതുപോലെ വി ശിവദാസ് MP അടക്കം ജോൺ ബ്രിട്ടാസ് MP അടക്കമുള്ളവർ രാജ്യസഭയിൽ പറഞ്ഞ കാര്യങ്ങൾ, ഇടതെമ്പിമാർ രാജ്യത്തുയർത്തുന്ന കാര്യങ്ങൾ അടക്കം കേരളത്തിന് അർഹതപ്പെട്ടത് നിഷേധിക്കുന്ന അവസ്ഥ. 1. 2, നോക്കുകൂലിയുടെ പേരിൽ ഇന്നലെ കേരളത്തെ അപമാനിച്ച നിർമ്മലാ സീതാരാമൻ്റെ നടപടി, ഇതൊക്കെ ചേർത്ത് വായിക്കേണ്ടതുണ്ട്. ഒരു കേരളീയനായ മലയാളിയായ BJP നേതാവിനോടാണ് എൻ്റെ ചോദ്യം. കെ സോമൻ. ബഹുമാനപ്പെട്ട അജിംഷാദേ, ആശാ വർക്കർമാരുടെ സമരം ഇന്നൊരു ചർച്ച നടന്നപ്പോൾ ആശാ വർക്കർമാർ പറഞ്ഞത് എന്താണെന്ന് കേരളം കേട്ടല്ലോ. എന്താ പറഞ്ഞത്? ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ട സമരം ആരംഭിക്കുന്നത് ഫെബ്രുവരി മാസം 10-ാം തീയതിയാണ്. അല്ല, ഫെബ്രുവരി 10-ന് ആരംഭിച്ച സമരം. ആശാ വർക്കർമാരെല്ലാവരും അല്ല, വളരെ നെഗ്ലിജിബിൾ മൈനോറിറ്റി എന്ന് പറയുന്ന ചെറിയ കുറച്ച് പേരേ ഉള്ളൂ. കൂടുതൽ പേർ കേന്ദ്ര സർക്കാരിനെതിരെയാണ് സമരം ചെയ്യുന്നത്. അതവിടെ നിൽക്കട്ടെ, പറയൂ. അല്ല, CPM ഭരിക്കുന്ന കേരളത്തിൽ സമരത്തിന് ഭൂരിപക്ഷവും ന്യൂനപക്ഷവും ഉണ്ട് എന്നുള്ളത് ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പൊ ഇനിയിപ്പോ സമരം ചെയ്യുമ്പോൾ ഭൂരിപക്ഷ സമരം ന്യൂനപക്ഷ സമരം എന്ന് നമുക്ക് തരംതിരിക്കേണ്ടി വരും. സമരത്തിന് അങ്ങനെയൊന്നും ഇല്ലാന്നേ. സമരത്തിന് ജീവൽഗന്ധിയായിട്ടുള്ള പ്രശ്നങ്ങളാണ് അവർ. പക്ഷേ പറഞ്ഞ ഒരു കാര്യം കൂടി പ്രശ്നം, ഇനി ഇവിടെ സുരേഷ് ഗോപി വന്ന് ഷോ കാണിക്കരുത്, മറിച്ച് ഉത്തരവുമായിട്ടാണ് വരേണ്ടത് എന്ന് സുരേഷ് ഗോപിയോട് പറഞ്ഞപ്പോൾ സുരേഷ് ഗോപി പറഞ്ഞത് എനിക്ക് മരത്തിൽ കുലുക്കിയിടുന്ന ഉത്തരവ് കുലുക്കിയിടുന്ന മരമൊന്നുമില്ല എന്നായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത്. അതുകൂടി ചേർത്ത് പറയണം. പറഞ്ഞോളൂ, തുടർന്നോളൂ ശ്രീ കെ സോമൻ. സുരേഷ് ഗോപി അവിടെ ഉത്തരവുമായി ചെല്ലാൻ പറഞ്ഞത് അഞ്ചാമത്തെ തവണയാണ് ജിംഷാദേ.
അഞ്ചാമത്തെ തവണ അവിടെ ചെല്ലുമ്പോഴാണ് സുരേഷ് ഗോപിയോട് ഇനി ഉത്തരവായി വരണമെന്ന് പറയുന്നത്. ഈ സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ ഈ സമരം നടത്തുമ്പോ മുഖ്യമന്ത്രിയുടെ കണ്ണടയ്ക്ക് കാഴ്ചയില്ലേ? കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ കണ്ണിന് കാഴ്ചയില്ലേ? അദ്ദേഹത്തിന്റെ കണ്ണടയ്ക്ക് ഈ കാഴ്ച കാണാൻ കഴിയുന്നില്ലേ? കേരളത്തിന്റെ തൊഴിൽ മന്ത്രി എന്താണ് ഈ സഹോദരിമാരുടെ സമരം കാണാതെ പോകുന്നത്? കേരളത്തിന്റെ ആരോഗ്യമന്ത്രി എന്താണ് ഇവരെ കാണാതെ പോകുന്നത്? നമ്പർ 1 ആരോഗ്യ കേരളത്തിന്റെ നേരവകാശി ആരാണ്? അത് ഈ ആശാ വർക്കർമാരാണ്. അവരുന്നയിച്ച വിഷയത്തെ സംബന്ധിച്ച് ന്യായമായ ഒരു ചർച്ചയ്ക്ക് ഇടതുപക്ഷ സ്വഭാവമുള്ള സർക്കാർ തയ്യാറാവണ്ടേ? ആ തയ്യാറാവാത്തതിനെ സംബന്ധിച്ചാണല്ലോ അവരിന്ന് പറഞ്ഞിട്ടുള്ളത്. അവരിന്ന് നിങ്ങളുടെ ചർച്ചയിൽ എന്താണ് പറഞ്ഞത്? ആ ചർച്ചയല്ല, ഞങ്ങൾക്ക് ഉന്നയിച്ചിട്ടുള്ള വേതനം കിട്ടണം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രകടന പത്രികയിൽ പറഞ്ഞിട്ടുള്ള ദിവസ വേതനമായിട്ടുള്ള 700 രൂപ തരണം, മാസം 21,000 രൂപ തരണം, ഞങ്ങൾ പിരിഞ്ഞു പോകുമ്പോൾ ഞങ്ങൾക്ക് ആനുകൂല്യം തരണം. ഈ നിലയിലുള്ള കാര്യങ്ങളാണ് ആശാവർക്കർമാർ പറഞ്ഞതെന്ന് ഇന്ന് കേരളം കേട്ടുകൊണ്ടിരിക്കുമ്പോ ഇവർ സമരം ആരംഭിച്ചതിന് ശേഷം അവർക്ക് കൊടുക്കാനുണ്ടായിരുന്ന ആനുകൂല്യം കൊടുത്തല്ലോ. അപ്പൊ കേന്ദ്രം കൊടുക്കാഞ്ഞിട്ടാണോ? കേന്ദ്രം കൊടുത്ത തുക അവർക്ക് കൊടുക്കാൻ സംസ്ഥാനത്തിന്റെ കയ്യിൽ പണമില്ലാതെ വൈകിപ്പിച്ചപ്പോ അവർ സമരത്തിന് വന്നു. ആ സമരം ശക്തിപ്പെട്ടു വന്നു. കേരളത്തിന്റെ മനസാക്ഷി മുഴുവൻ ആശാവർക്കർമാരുടെ ഒപ്പമായി. 13,000 രൂപ കേരളത്തിൽ ലഭിക്കുന്ന ഏക, രാജ്യത്ത് ലഭിക്കുന്ന ഏക ആശാവർക്കർമാർ കേരളത്തിലാണ്. സോമൻ, നിങ്ങൾ കുടിശ്ശികയാണ്, 800 കോടിയോളം രൂപ കുടിശ്ശികയാണ് വരുത്തിയിട്ടുള്ളത്. അജിംഷാദെ, ഇത് കിട്ടുന്നില്ല. ലോക്സഭയില് രാജ്യത്തിന്റെ ആരോഗ്യമന്ത്രി പറഞ്ഞല്ലോ, പാർലമെന്റിൽ കളവ് പറയാൻ പറ്റുമോ? ഈ സംസ്ഥാനത്ത് BJP വിരുദ്ധതയുള്ള 19ഓളം MP-മാരുണ്ടല്ലോ. കേന്ദ്ര ആരോഗ്യമന്ത്രി ഇവിടേക്കൊന്നും തരാനില്ല ഇതുമായി ബന്ധപ്പെട്ട് എന്ന് അസന്നിഗ്ധമായി ഉറക്കെ പറഞ്ഞത് ഭാഷ മനസ്സിലാവാത്ത കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ എന്താണത് കളവാണ് പറഞ്ഞത്? അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയത് അത് തെറ്റായതുകൊണ്ടല്ലേ? നിങ്ങൾ 13,000 രൂപ കൊടുക്കുന്നു. തെറ്റായതുകൊണ്ടല്ലേ അവകാശ ലംഘനത്തിന് നോട്ടീസ് നൽകിയത്? കള്ളത്തരമായതുകൊണ്ടാണ്. അതിന്റെ മറുപടി വരട്ടെന്ന്. അതിന്റെ മറുപടി അജിംഷാദെ വരട്ടെ. ആശാ വർക്കർമാർ ഏതായാലും ഈ സർക്കാരിന്റെയും അങ്ങയുടെയും അവകാശവാദം അംഗീകരിക്കുന്നില്ല. 13,000 രൂപ അവർക്ക് അപ്പോഴാണ് ഞാൻ പറഞ്ഞത് ആശാവർക്കർമാരിൽ ബഹുഭൂരിപക്ഷം വരുന്നവർ 99% വരുന്നവരും കേന്ദ്ര സർക്കാരിന്റെ ഈ നിരാസത്തിനെതിരെയാണ് സമരം ചെയ്യുന്നത്. സമരം ചെയ്തത് CITU-വും AITUC അടക്കമുള്ള എല്ലാവിധ ട്രേഡ് യൂണിയൻ സംഘടനകളും അതുമായാണ് യോജിക്കുന്നത്. INTUC നേതാവ് അടക്കം പറഞ്ഞ കാര്യം കേന്ദ്രത്തിനെതിരെയാണ്. ആശാവർക്കർമാരുടെ കാര്യത്തിൽ പ്രത്യേകിച്ചും കോൺഗ്രസ് അനുകൂല ട്രേഡ് യൂണിയൻ സംഘടനയായ INTUC നേതാവ് R ചന്ദ്രശേഖരനടക്കം. ഇനി പറയൂ സോമൻ. ശ്രീ അജിംഷാദെ, അങ്ങനെയാണെങ്കിൽ CITU നേതാക്കന്മാർ എന്തിനാണ് ഈ ആശാ വർക്കർമാരുടെ തിരുവനന്തപുരത്ത് നടക്കുന്ന സമരത്തെ അവഹേളിച്ചത്? എന്തിനാണ് സമരത്തെ പരിഹസിച്ചത്? അവഹേളിച്ചു? ആ സഹോദരിമാരോട് പറഞ്ഞത് യഥാർത്ഥ ഇതിന്റെ കാരണക്കാരായ യഥാർത്ഥ രാവണന്മാരായ കേന്ദ്ര സർക്കാർ ഓഫീസുകൾക്ക് മുമ്പിൽ പോയി സമരം ചെയ്യുമെന്നാണ് പറഞ്ഞത്. അല്ലാതെ അവരെ ആക്ഷേപിച്ചതല്ല. അവർക്ക് ഇപ്പോഴും ഇൻസെന്റീവ് വർദ്ധിപ്പിക്കണമെന്ന നിലപാടിൽ തന്നെയാണ്. അത് മാനിഫെസ്റ്റോയിൽ പറഞ്ഞത് അടക്കമുള്ള കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും ഇടതുപക്ഷം. അതാണ് ഇന്ന് V. ശിവദാസ് MP രാജ്യസഭയിൽ ഉയർത്തിക്കാട്ടിയതും. അദ്ദേഹത്തിലേക്ക് തന്നെ പോകാം. അദ്ദേഹം നമ്മുടെ ചർച്ചയിലുണ്ടല്ലോ. അദ്ദേഹത്തിലേക്ക് തന്നെ പോകാം. കെ സോമൻ, ദയവായി തുടരൂ. ശ്രീ V. ശിവദാസ് MP അല്ല, തിരിച്ചെത്താം സോമൻ. എന്നോട് ചോദ്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുമ്പോ തിരിച്ചെത്താം സോമൻ. താങ്കളാണല്ലോ ഇത്രയും നേരം സംസാരിച്ചത്. ശ്രീ V. ശിവദാസ് MP, നോക്കൂ, ആശാവർക്കർമാരുടെ കാര്യം കേരളത്തെ അവഹേളിക്കുക എന്നുള്ള കേരളത്തെ പ്രയാസപ്പെടുത്തുക എന്ന യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ ഗൂഢപദ്ധതിയുടെ പ്രചാരകരായിട്ട് ഇന്ന് ഒരുപാട് ആളുകൾ നിൽക്കുകയാണ്. ഇന്ത്യയിൽ ആശാവർക്കർമാരുടെ പൊതുസ്ഥിതി എടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഏറ്റവും മികച്ച പരിഗണന നൽകുന്ന സംസ്ഥാനം ഏത് എന്നുള്ള ചോദ്യത്തിനുള്ള ഉത്തരം അത് കേരളമാണ് എന്നുള്ളതാണ്. ആർക്കൊരു സംശയമില്ലാത്തതാണ്. ഞാൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് എൻ്റെ പാർലമെൻറ്റിലെ പ്രസംഗത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ
ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യം, ഞാൻ പാർലമെൻറ്റ് അംഗമായത് മുതൽ നിരവധി തവണ ഉയർത്തിയിട്ടുള്ള വിഷയം ആശാ വർക്കർമാരും അംഗൻവാടി വർക്കർമാരും ഉൾപ്പെടെയുള്ള ആളുകളുടെ വിഷയങ്ങളാണ്. എന്താ പ്രധാനപ്പെട്ട ആവശ്യം? ആശാ വർക്കേഴ്സ് എന്ന് നമ്മൾ പറയാറുണ്ട്, പക്ഷേ അവരെ വർക്കർ എന്ന പരിഗണന യൂണിയൻ ഗവൺമെൻറ് നൽകുന്നില്ല. അവരെ വർക്കർമാരായി കാണുക, അവരുടെ തൊഴിലാളികളായി കാണുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഡിമാൻഡ്. അത് ആരാണ് ചെയ്യേണ്ടത്? അത് യൂണിയൻ ഗവൺമെൻറ്റാണ്. അതിനവർ തയ്യാറാവുന്നില്ല. അപ്പോൾ ആശാ വർക്കർമാരായിട്ടുള്ള ആൾക്ക് തൊഴിലാളികളെന്ന പരിഗണനയിൽ നിയമപരമായിട്ടുള്ള എല്ലാ പരിഗണനയും അവകാശങ്ങളും ഉറപ്പുവരുത്തുക, നിയമപരമായി അവർക്ക് ലഭിക്കേണ്ടുന്ന വേതനം യൂണിയൻ ഗവൺമെൻറ് ഉറപ്പുവരുത്തണം. ഒന്ന്. രണ്ടാമത്തെ എന്താണ്? രണ്ട്, യൂണിയൻ ഗവൺമെൻറ് നൽകിക്കൊണ്ടിരിക്കുന്ന വിഹിതം എന്നുള്ളത് കേവലം 1200 രൂപയായി നിൽക്കുകയാണ്. അത് പോരാ. യൂണിയൻ ഗവൺമെൻറ് ആശാ വർക്കർമാരെ വർക്കർമാരായി നിയമിച്ച് സ്ഥിരപ്പെടുത്തി അവർക്ക് മിനിമം വേതനമെങ്കിലും അടിയന്തിരമായി ഉറപ്പുവരുത്തണം എന്നുള്ളതാണ് രണ്ടാമത്തെ അഭ്യർത്ഥന. ഇതും നടപ്പിലാക്കേണ്ടത് യൂണിയൻ ഗവൺമെൻറ്റാണ്. സമരത്തിനടുക്ക് വന്നിട്ട് ആളുകൾക്ക് മഴ ചാറ്റുമ്പോൾ ഒരു കുടയും കൊടുത്തിട്ട് അങ്ങ് പോയാൽ പോരാ. നടപ്പിലാക്കേണ്ടുന്ന പദ്ധതികൾ എന്തെന്നും തൊഴിലാളികളുടെ സമരത്തിൻ്റെ കേന്ദ്ര പ്രശ്നം എവിടെയാണെന്നും മനസ്സിലാക്കിയിട്ട് ഇടപെടുകയാണ് വേണ്ടത്. മൂന്നാമത്തത് എന്താണ്? നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കേണ്ടുന്ന പണം ശരിയാവണ്ണം നൽകുന്നില്ല എന്നുള്ള പ്രശ്നമാണ്. 637 കോടി രൂപ കേരളത്തിന് ലഭിക്കേണ്ടുന്ന തുക അത് നൽകിയില്ല. കുടിശ്ശികയായിട്ടില്ല എന്ന് അവർ പറയാണ്. കുടിശ്ശികയായിട്ടില്ല എന്താണ് പറയുന്നത്? അത് നിങ്ങൾക്ക് തരുന്നില്ല, നിങ്ങളുടെ പണം വെട്ടിക്കുറക്കാണ്. കേരളത്തിന് അർഹതപ്പെട്ട പണം നൽകാതിരിക്കുന്നു. കേരളത്തിന് അർഹതപ്പെട്ട പണം എന്ന് പറഞ്ഞാൽ മറ്റാരുടെയെങ്കിലും കുടുംബസ്വത്തിൽ നിന്ന് നൽകാനല്ല കേരളം പറയുന്നത്. നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ പ്രകാരം സംസ്ഥാനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന തുക അത് കേരളത്തിനും അർഹതപ്പെട്ടത് നൽകണം. കേരളത്തിൽ നിന്ന് നികുതി പിരിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന നികുതി, ആ നികുതി വിഹിതം കേരളത്തിന് അർഹതപ്പെട്ടതും ആണ്. അത് കേരളത്തിന് നൽകണം എന്നാണ്. ബ്രിട്ടീഷുകാർ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് നികുതി പിരിച്ചിട്ട് ബ്രിട്ടനിലേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് ഇന്ത്യയിലെ ജനത വിളിച്ചിട്ടുള്ള മുദ്രാവാക്യം എന്താണ്? ഇന്ത്യ രാജ്യത്ത് നിന്ന് പിരിക്കുന്ന, ഇന്ത്യ രാജ്യത്ത് നിന്ന് കളക്ട് ചെയ്യുന്ന നികുതി ഇന്ത്യയിൽ വിനിയോഗിക്കണമെന്നുള്ള മുദ്രാവാക്യം ഉയർത്തിയാണ്. നികുതി നൽകണമെങ്കിൽ ഉത്തരവാദിത്വം നിർവഹിക്കണമെന്നുള്ള മുദ്രാവാക്യം രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉയർന്നു വന്നിട്ടുള്ളതാണ്. നികുതി നിഷേധ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭൂതകാലത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യങ്ങളാണ്. ഇത് ഞാൻ ഓർമ്മപ്പെടുത്തിയത് കേരളത്തിലെ ജനങ്ങളുടെ അർഹതപ്പെട്ടിട്ടുള്ള വിഹിതം കേരളത്തിന് ലഭിക്കണം. അത് ആരോഗ്യമേഖലയിൽ ഉൾപ്പെടെ. ആരോഗ്യമേഖലയിൽ യൂണിയൻ ഗവൺമെൻറ് നൽകുന്ന ചെലവഴിക്കുന്ന തുക എന്ന് പറയുന്നത് 2022 വന്നിട്ടുള്ള കണക്ക് പ്രകാരം എടുത്താൽ പോലും അത് മൊത്തം ചെലവിൻ്റെ, രാജ്യത്ത് ചിലവാക്കപ്പെടുന്ന മൊത്തം ചെലവിൻ്റെ 10% മാത്രമാണ് നിൽക്കുന്നത്. ബാക്കി ചെലവ് ഭൂരിപക്ഷം ചെലവഴിക്കുന്നത് ആരാന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും. ഇന്ന് കേരളത്തിലെ ആരോഗ്യമേഖലയിലെ ചെലവിൻ്റെ 78% നിർവഹിക്കുന്നത് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ്. എന്തുകൊണ്ടാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്റിന് ഇത്രയും വലിയ ഒരു തുക ചെലവഴിക്കേണ്ടി വരുന്നത്? യൂണിയൻ ഗവൺമെൻറ് നൽകാത്തതുകൊണ്ടാണ്. ഇനി അതിനുമപ്പുറത്ത് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ അവഗണിക്കുന്നതിൻ്റെ വലിയ ദൃഷ്ടാന്തമാണ് എയിംസ് കേരളത്തിന് അനുവദിക്കാതിരിക്കുന്നത്. എത്ര പ്രാവശ്യം അഭ്യർത്ഥിച്ചു, എയിംസ് കൊടുത്തില്ല. ആരോഗ്യമേഖലയോട് വലിയ നിലയിലുള്ള വിരോധാത്മക സമീപനം. അതിന് നമ്മുടെ യൂണിയൻ ഗവൺമെൻറ്റിലൊരു മന്ത്രി പറഞ്ഞത് എന്താണ്? നിങ്ങൾ ഇപ്പോൾ മുമ്പിലോട്ടായിട്ടുണ്ട്, ഇനി പുറകിലോട്ട് പോയി കഴിഞ്ഞാൽ ആരോഗ്യമേഖലയിൽ ഉൾപ്പെടെ നിങ്ങൾ പുറകോട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് പണത്തിന് അർഹതയുണ്ടാവൂ എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള നേട്ടങ്ങളിലെ സുപ്രധാനമായിട്ടുള്ള നേട്ടം എന്താണ്? ആളുകളുടെ ആരോഗ്യ നിലവാരം ഉയർന്നു, ആയുർദൈർഘ്യം വർദ്ധിച്ചു. ഈ രാജ്യത്തിൽ ഏറ്റവും വലിയ ആയുർദൈർഘ്യമുള്ള സംസ്ഥാനം കേരളമാണ്. പുറകോട്ട് പോകുകയെന്ന് പറഞ്ഞാൽ 60 വയസ്സിൻ്റെ മുകളിൽ ആളുകളെ UPക്കൊപ്പം എത്തുക, അല്ലെങ്കിൽ ജാർഖണ്ഡിനൊപ്പം എത്തുക എന്ന് പറഞ്ഞാൽ 60 വയസ്സ് കഴിഞ്ഞിട്ടുള്ള ആളുകളെയൊക്കെ കൊന്നു കളയണം എന്നാണോ നിങ്ങൾ പറയുന്നത്? എന്തൊരു ക്രൂരമായിട്ടുള്ള സംസാരമാണ് നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്, BJP നടത്തുന്നത്. ഞങ്ങളുടെ അഭ്യർത്ഥന, നിങ്ങൾ ഈ രാജ്യത്ത് അധികാരത്തിലിരിക്കുമ്പോൾ കാണിക്കേണ്ടുന്ന ഭരണഘടനാപരമായിട്ടുള്ള ചുമതലകൾ നിർവഹിക്കണം, ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കണം. വിദ്വേഷത്തിൻ്റെ രാഷ്ട്രീയം, വിവേചനത്തിൻ്റെ രാഷ്ട്രീയം ഇന്ത്യയിൽ നടപ്പിലാക്കരുത്. ഇന്ത്യൻ ജനത ഇന്ത്യയുടെ ഭരണാധികാരികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് തുല്യതയോടുകൂടിയുള്ള സമീപനമാണ്. കേരളത്തോടുള്ള അവഹേളനത്തിനെതിരായി കക്ഷിരാഷ്ട്രീയം മറന്ന്, ജാതിയുടെ മതത്തിൻ്റെ അതിർവരമ്പുകൾ മറന്ന് മലയാള ഭാഷ സംസാരിക്കുന്ന കേരളീയരാകെ ഒത്തൊരുമിച്ച് നിൽക്കേണ്ടുന്ന ഒരു സന്ദർഭമാണ്. വള്ളത്തോൾ പാടിയിട്ടുണ്ട്, കേരളമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം, അന്തരംഗം തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗെന്നും, കേരളമെന്ന് കേട്ടാൽ തിളക്കണം ചോര നമുക്ക് ഞരമ്പുകളിൽ എന്ന് പറഞ്ഞ
ആ ഓർമ്മ വെച്ചുകൊണ്ട് വീണ്ടും നമ്മൾ നമ്മുടെ മുദ്രാവാക്യം ഉയർത്തുകയും വിവേചനത്തിനെതിരായിട്ട് എല്ലാവരും ചേർന്ന് സമരം നടത്തുകയും ചെയ്യണം എന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് വെക്കാനുള്ളത്. മലയാളിയായ മനുഷ്യർ, ആ കൂട്ടത്തിൽ ബഹുമാന്യനായിട്ടുള്ള BJPയുടെ പ്രതിനിധിയും ഉൾപ്പെടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല. കേരളത്തിൽ നിന്ന് നാം സംസാരിക്കുമ്പോൾ കേരളത്തിൻ്റെ പുരോഗതിക്ക് പറ്റുന്ന നിലയിലുള്ള സമീപനം തന്നെ കൈക്കൊള്ളണമെന്നുള്ളതാണ് അഭ്യർത്ഥനയാണ് അദ്ദേഹത്തോട് എനിക്കുള്ളത്. തീർച്ചയായും. ശ്രീ M. ജയചന്ദ്രൻ, അതായത് ഏറ്റവും ഒടുവിൽ ഈ ഇന്ത്യയുടെ സ്കിൽസ് 2025 റിപ്പോർട്ടാണ്. അതായത് ഓൾ ഇന്ത്യ കൗൺസിൽ ഫോർ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, കോൺഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ഇൻഡസ്ട്രി, അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് എന്നിവ ഉൾപ്പെടെയുള്ള വിവിധ ഏജൻസികളുമായി സഹകരിച്ചുള്ള ടാലൻറ്റ് അസസ്മെൻറ്റ് ഏജൻസി ആയ VBOX പ്രസിദ്ധീകരിച്ച റിപ്പോർട്ടിലാണ് കേരളം തൊഴിൽ ക്ഷമതയിലും മുന്നിലാണ് എന്ന്. പ്രത്യേകിച്ച് സ്ത്രീ തൊഴിലാളികളായിട്ടുള്ളവർ ഏറ്റവും കൂടുതൽ രാജ്യത്ത് ജോലി ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഇടം കേരളമാണ് എന്നത്. അത് നമുക്കറിയാം. അത് BJP ഭരിക്കുന്ന UPയിലും പിന്നെ BJPയുടെ സഖ്യകക്ഷികളൊക്കെ ഉള്ള ഭരിക്കുന്ന ബീഹാറിലും അടക്കമുള്ള ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ജോലി ചെയ്യാനായി അവിടെ കൂലി കിട്ടാത്തത് കൊണ്ട് വരുന്നത് കേരളത്തിലേക്കാണ്. ആ കേരളത്തിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, ആ കേരളത്തെക്കുറിച്ചാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിർമ്മല സീതാരാമൻ പറയുന്നത്. മാത്രമല്ല, മാസങ്ങളായി മനുഷ്യർ പരസ്പരം വെട്ടിക്കൊല്ലുന്ന മണിപ്പൂരിൽ ഒരു വാക്ക് പോലും പറയാത്ത പ്രധാനമന്ത്രി ആ വിഷയം ചർച്ച ചെയ്യുന്ന വേളയിലാണ് കേരളത്തെ പരിചയമായി ഉപയോഗിച്ചത്. ആര്? നിർമ്മല. കേന്ദ്ര ധനമന്ത്രി നിർമ്മല ഉപയോഗിച്ചത് കേരളത്തെ അപമാനിക്കാനായി പരിചയമായി ഉപയോഗിക്കുന്നു. എന്താണ്? മണിപ്പൂരിൻ്റെ അവരുടെ പിടിപ്പുകേട് മറച്ചു വെക്കാൻ കേരളത്തെ പരിചയമായി ഉപയോഗിക്കുകയാണ്. ഏത് കേരളം? മണിപ്പൂരിൽ നിന്ന് ഇവിടെ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാൻ വരുന്നുണ്ട്, അവർ പോകുന്നുണ്ട്. അവർക്ക് നേരിട്ട അനുഭവത്തെ സംബന്ധിച്ച്, കേരളത്തിലെ അവർക്ക് നേരിട്ട സുഗമമായ അന്തരീക്ഷത്തെ സംബന്ധിച്ച് അവർ പറയുന്ന എത്രയോ ലേഖനങ്ങളുണ്ട്, നാം കാണുന്നുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള ഒരു പശ്ചാത്തലത്തിലാണ് നിർമ്മലയുടെ വാക്കുകൾ നാം ചർച്ച ചെയ്യപ്പെടേണ്ടത്. ഒപ്പം ആശാവർക്കർമാരുടെ കാര്യത്തിൽ കേന്ദ്രം കാട്ടുന്ന നിരാസവും. ശ്രീ M. ജയചന്ദ്രൻ. അജിംഷാദെ, എൻ്റെ പ്രിയ സുഹൃത്ത് പാനലിസ്റ്റായിട്ടിരിക്കുന്ന ശ്രീ K. സോമൻ ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ കേരളത്തിനെ കുറിച്ച് കുറച്ചുകൂടെ തിരിച്ചറിവ് കാണിക്കേണ്ടതാണ് എന്ന് പറയേണ്ടി വരുന്നതിൽ ഖേദമുണ്ടെങ്കിലും പറയാതിരിക്കാൻ നിർവാഹമില്ല. കാരണം അവര് പാർലമെന്റിൽ പറഞ്ഞ ഈ നുണ എന്നേ കേരളം പൊളിച്ചെടുക്കിയതാണ് എന്നുള്ളതിൻ്റെ തെളിവ് അത് ഞാനൊന്ന് പറയാം, വേഗം മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. 11 വർഷം മുമ്പാണ്, 2014 മെയ് 1. അന്ന് ഇന്നത്തെ മുഖ്യമന്ത്രി CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറിയാണ്. അന്ന് അദ്ദേഹം ഒരു പരസ്യമായ ഒരു പ്രസ്താവന നടത്തി, ഒരു പ്രഖ്യാപനം നടത്തി. കേരളത്തിൽ CITU മെമ്പർമാരായിട്ടുള്ള ഒരാളും മേലിൽ നോക്കുകൂലി വാങ്ങാൻ പാടില്ല. അങ്ങനെ വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത്തരക്കാർക്കെതിരെ കർശനമായ നിലപാട് സംഘടനാപരമായി എടുക്കുകയും പോലീസ് നിയമപരമായ അക്കാര്യം ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. ഇത് പരസ്യമായിട്ടാണ് പിണറായി വിജയൻ പ്രഖ്യാപിച്ചത്. ഏതെങ്കിലും നേതാവ് അങ്ങനെ പ്രഖ്യാപനം അതിന് മുൻപോ പിൻപോ കേരളത്തിൽ നോക്കുകൂലിയുമായി ബന്ധപ്പെട്ട് നടത്തിയതായി എൻ്റെ അറിവിലും ഓർമ്മയിലും ഇല്ല. ഉണ്ടെങ്കിൽ പറയട്ടെ ശ്രീ K. സോമൻ. അതിനുശേഷം കേരളത്തിൽ നോക്കുകൂലി എന്ന ഒരു പ്രതിഭാസം, ഒരു പ്രവണത നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതല്ലേ പരിശോധിക്കേണ്ടത്? ഇല്ല. പക്ഷേ എല്ലാ മേഖലകളിലും ഇതിൻ്റെതായ ഈ ദുഷിപ്പുകൾ അവശേഷിക്കുന്നുണ്ടാവും, നമുക്കറിയാം. അപ്പൊ അത് അത്തരത്തിലുള്ള ദുഷിപ്പുകൾ എവിടെയെങ്കിലൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതാതിടങ്ങളിൽ അതാത് കാലത്ത് ഫലപ്രദമായി ഇടപെടാൻ CPIM-ഉം CITU അടക്കമുള്ള ബഹുജന സംഘടനകളും മുൻപോട്ട് വന്നിട്ടുണ്ട്. പല സ്ഥലങ്ങളിലും അത് തൊഴിൽ സമരങ്ങളിലേക്ക് പോലീസ് ഇടപെടലിലേക്ക് പോയിട്ടുണ്ട്. അത്തരം കാര്യങ്ങളിലൊന്നും CPIM-ഓ CITU-ഓ ആ തൊഴിലാളികൾക്ക് വേണ്ടി, നോക്കൂലി വാങ്ങിച്ച ഒരാൾക്കും വേണ്ടി എവിടെയും ഇടപെടാൻ പോയിട്ടില്ല എന്നുള്ള കേരളത്തിന്റെ ചരിത്രവും അനുഭവവുമാണ്. അത് മുമ്പിൽ നിൽക്കുകയാണ് പാർലമെന്റിൽ ഇങ്ങനെ ഒരു കേന്ദ്ര ധനകാര്യ മന്ത്രി അവാസ്തവ പ്രസ്താവന. നുണയെന്ന് പറയാൻ മടിയുള്ളതുകൊണ്ടാണ്, ഭരണാധികാരിയല്ലേ, അവർ നുണ പറഞ്ഞു എന്ന് പറയാൻ എനിക്ക് മടിയുള്ളതുകൊണ്ടാണ് ഞാൻ ആ പദം പ്രയോഗിക്കാത്തത്. അപ്പൊ അത്ര ഒരു അവാസ്തവ പ്രസ്താവന അവർ നടത്തുന്നത് എന്താണ്
അവരെ അതിനെ പ്രേരിപ്പിക്കുന്നത്? മറ്റൊന്നുമല്ല, കേരളത്തിൽ നിന്ന് അവരുടെ സംഘടനയിലെ ആൾക്കാർ അവർക്ക് നൽകുന്ന ഫീഡ്ബാക്സ് ആണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്നത്. ശ്രീ എം ജയചന്ദ്രൻ, നോക്കൂ, ഇവിടെ നോക്കുകൂലിയുടെ കാര്യം പറയുന്നു. നോക്കുകൂലി എന്നത് കേരളം തുടച്ചു മാറ്റിയതാണ്. ഒറ്റപ്പെട്ട നിലയിൽ ആക്രമവും ദൂഷിപ്പും ജീർണതയും ഒക്കെ ഉള്ളതുപോലെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അതിനെതിരെ ഇവിടുത്തെ മുഴുവൻ പാർട്ടികളും ഇവിടുത്തെ മുഴുവൻ സംവിധാനങ്ങളും സർക്കാരും ഒക്കെ നിൽക്കുന്നു. അതിൻ്റെ കാര്യമാണ് താങ്കൾ നേരത്തെ പറഞ്ഞത്. പിണറായി വിജയൻ പറഞ്ഞ കാര്യം, നോക്കുകൂലി എന്നത് നിരോധിക്കപ്പെടേണ്ട ഒന്നാണ്, ഒരു കാരണവശാലും ഒരു തൊഴിലാളി നോക്കുകൂലി വാങ്ങാൻ പാടില്ല എന്നുള്ള ഒരു പ്രഖ്യാപനം നടത്തിയത്. അതിനുശേഷം പ്രത്യേകിച്ചും ഒറ്റപ്പെട്ട നിലയിലേ ഉള്ളൂ. ഇത് ഏത് കാര്യത്തിനാണ് നിർമ്മലാ സീതാരാമൻ പറയുന്നത് ഈ നോക്കുകൂലിയുടെ കാര്യം? അതായത് കലാപത്തിൽ മനുഷ്യർ മാസങ്ങളോളം മരിച്ചൊടുങ്ങിയ മണിപ്പൂരിൻ്റെ ചർച്ചയിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നതുകൊണ്ടാണ് കേരളവും ബംഗാളും ഒക്കെ തകർന്നത് എന്ന തലത്തിലേക്ക് എടുത്തിടുകയാണ്. അപ്പോഴാണ് കേരളത്തെക്കുറിച്ച് പറയുന്നത് നോക്കുകൂലി കാരണം അവിടെ തൊഴിലില്ലെന്ന്. തൊഴിൽ ക്ഷമതയിൽ ഒന്നാമത് നിൽക്കുന്ന രാജ്യത്തെ സംസ്ഥാനമാണിത്. ആന്ധ്ര മുഖ്യമന്ത്രി പോലും പറഞ്ഞു, ആന്ധ്ര മുഖ്യമന്ത്രി പോലും ഏറ്റവും പുതിയതായി പറഞ്ഞില്ലേ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, സ്റ്റാർട്ടപ്പുകളുടെ കാര്യത്തിൽ അവർക്ക് അസൂയാണ് കേരളത്തോടെന്ന് പരസ്യമായി അദ്ദേഹം പറഞ്ഞില്ലേ മുഖ്യമന്ത്രി, ആന്ധ്ര മുഖ്യമന്ത്രി നായിഡു. അല്ല, അജിംഷാദ് തന്നെ ഇപ്പൊ ചൂണ്ടിക്കാണിച്ചല്ലോ ഈ സ്ത്രീ തൊഴിലിലെ വേതനത്തിലും ഉള്ള മാറ്റം. അത് ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ടില് വളരെ സുവ്യക്തമായി വരച്ചു കാണിക്കുന്നു. ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് 2024 അതിൽ ഡിസംബറിൽ വന്ന കണക്കാണ് ഞാൻ പറഞ്ഞത്. ഏറ്റവും കൂടുതൽ ഡിസംബറിൽ അതിൽ വന്ന കണക്കിൽ വ്യക്തമായി പറയുന്നുണ്ട്. അത് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും വേതനമായി താരതമ്യപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഈ മറ്റൊരു കാര്യം, രസകരമായ മറ്റൊരു കാര്യം, പിന്നെ ഈ രസകരമല്ല, അത് നീറുന്നൊരു കാര്യമാണ്. സുപ്രീം കോടതി ജഡ്ജിമാര് 22-ാം തീയതി അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് മണിപ്പൂരിലേക്ക്. ഒരു പാനലായിട്ട് തന്നെ പോവുകയാണ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ ഒരു സംഘം, ഒരു പാനൽ പോവുകയാണ്. അപ്പൊ ആ ചർച്ച അവിടെ വരാതിരിക്കാൻ കൂടെ വേണ്ടിയാണോ ഈ ഒരു സൂത്രശാലിത്വം കാണിച്ചത് എന്നുള്ളത് ആലോചിക്കണം. ഒന്ന്. രണ്ടാമത് എനിക്കൊരു കാര്യം, കുറച്ച് ഒരു ഫലിതാത്മകമായിട്ട് തന്നെ പറയാനുള്ള ഒരു കാര്യമുള്ളത്, അജിംഷാദെ, നമ്മുടെ കഴിഞ്ഞ മാസം നടന്ന ഗ്ലോബൽ സമ്മിറ്റ് ഉണ്ടല്ലോ കൊച്ചിയിലെ, അതിന് മുൻപും ശേഷവും വ്യവസായ മന്ത്രി ഒരു കാര്യം പ്രത്യേകമായി പറഞ്ഞു, പി രാജീവ്. ഏഷ്യയിൽ തന്നെ ഏറ്റവും മികച്ച ഈ കൃത്രിമ പല്ലുകൾ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രം, യൂണിറ്റ് കേരളത്തിലാണ് എന്ന് പറഞ്ഞു. ഞാനിതിവിടെ സൂചിപ്പിക്കാൻ കാര്യം, പ്രിയപ്പെട്ട ശ്രീ കെ സോമൻ, ഞാൻ ഒരു ഫലിതമായിരിക്കാമെന്ന് വിചാരിക്കുന്നു. ഞാനൊരു വിവരം കേട്ടിട്ടുണ്ട്, അവരുടേത് പിന്നെ കൃത്രിമ പല്ലുകളാണെന്ന്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏറ്റവും മികച്ച തൊഴിലന്തരീക്ഷം കേരളത്തിലുണ്ട് എന്ന് സമർത്ഥിക്കാൻ കൂടെ വേണ്ടിയിട്ടാണ് ഈ ഒരു ഉദാഹരണം കൂടെ ഞാൻ എടുത്തു പറഞ്ഞത്. ഇത് അന്താരാഷ്ട്ര തലത്തിലുള്ള മികച്ച ഒരു സ്ഥാപനം തന്നെ നമുക്കുണ്ട് എന്ന് വ്യവസായ മന്ത്രി തന്നെ ഈ ഗ്ലോബൽ സമ്മിറ്റിന് മുൻപും ശേഷവും ഇവിടെ പറയുകയുണ്ടായി. അത്തരമൊരു കേരളത്തിലെയാണ് നാശകോടാലിയായി കിടക്കുന്ന കേരളം എന്ന നിലയ്ക്ക് ശാപവാക്കുകളോടെ ധനമന്ത്രി അവിടെ ഉച്ചരിച്ച് പോയത്. അതാണ് അതിനെ സംബന്ധിച്ച് നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു കോയിൻസൈഡ് ഇത് പറയാൻ പറ്റുന്ന എനിക്ക് പെട്ടെന്ന് അതായിരുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. അവർക്ക് ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് കേട്ടോ ശ്രീ കെ സോമൻ. അത് ശരിയാണോ അല്ലയോ എനിക്ക് നല്ല തിട്ടമില്ലെങ്കിലും ആ ധാരണയിലാണ് ഞാൻ അത് പറഞ്ഞത്. മറ്റൊന്ന് അജിംഷാദ് ചോദിച്ചതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പിന്നെ ഇവരുടെ പ്രശ്നം, ആശമാരുടെ പ്രശ്നം, ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് പറയാൻ അജിംഷാദ്. ഇവർ ജോലി ചെയ്യുന്നത്, മുഴുവൻ ആശമാരും ജോലി ചെയ്യുന്നത് ജൂനിയർ പബ്ലിക് ഹെൽത്ത് നേഴ്സ് എന്ന JPHന്റെ കീഴിലാണ്. ഇവരുടെ പ്രവൃത്തി സമയം ഇവർ ചെലവഴിക്കുന്നതും ഇവരെ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ മറ്റു കൊടുക്കേണ്ടതും JPHന്മാരുടെ കീഴിലാണ്. ഞാൻ ഉത്തരവാദിത്തോടെ ഈ ചർച്ചയിൽ പറയുകയാണ്, എല്ലാ ആശമാരും ഒരു മാസം ജോലി എടുക്കുന്നത് എത്ര ദിവസമാണെന്ന് അറിയാമോ? ഈ ഫീൽഡിൽ ഉത്തരവാദിത്തോടെ ഞാൻ പറയുകയാണ്, കൃത്യമായിട്ട് അറിഞ്ഞ് അന്വേഷിച്ചതിന് ശേഷവും പറയുകയാണ്, 11 ദിവസമാണ് ഒരാശ ജോലി ചെയ്യുന്നത്. 11 ദിവസമാണ്. 4 ദിവസം അവർക്ക് ക്ലിനിക്കൽ ഡ്യൂട്ടി ഉണ്ട്, എന്നാൽ ഹോസ്പിറ്റൽ ഡ്യൂട്ടി. അങ്ങനെ 11ഉം 4ഉം 15 ദിവസമാണ് ഒരാശ ജോലി ചെയ്യുന്നത്. അത് പിന്നെ ഒരു വാദത്തിന് വേണ്ടി ചർച്ചയിൽ പറയുകയല്ല, ഉത്തരവാദിത്തോടെ നിരവധി പേരോട് അന്വേഷിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷം പറയുന്ന കാര്യമാണിത്. 15 ദിവസമാണ് ജോലി ചെയ്യുന്നത്. ഈ 15 ദിവസം ഞാൻ അതിനെ വേറൊരു രൂപത്തിൽ കണക്ക് കൂട്ടി. 15 ദിവസമാണ് കൃത്യം. എനിക്ക് ആ വിവരം കിട്ടിയപ്പോൾ, വിവിധ ജില്ലകളിൽ നിന്നാണ് വിവരം തേടിയത്. കിട്ടിയപ്പോൾ ഞാൻ അതിനെ വേറൊരു രൂപത്തിൽ കണക്ക് കൂട്ടി. ഇവർ പറയുന്ന ഒരു 700 രൂപ കണക്കുണ്ടല്ലോ, ആ കണക്ക് തന്നെ നോക്കിയേക്കാമെന്ന് വെച്ചു. LDFന്റെ പ്രകടന പത്രികയിൽ 890 891 വായിച്ചാൽ മനസ്സിലാവും
അവർ പറയുന്നത് വസ്തുത അടിസ്ഥാനരഹിതമാണെന്ന് അപ്പോഴേ മനസ്സിലാവും. ഈ 890 890 വായിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇതുകൂടെ പറയുന്നത്. ഈ ദിവസം 700 രൂപ പ്രകാരം 15 ദിവസം ജോലി ചെയ്ത് എത്ര രൂപയാണ് കിട്ടുക അജിംഷാദെ? 10,500 രൂപ കിട്ടും ഇല്ലേ? കിട്ടുമല്ലോ. കേരളത്തിൽ 7,000 പ്ലസ് 3,000 ഇൻസെന്റീവ് കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പൊ എത്രയായി? ഈ പറയുന്ന തുക ആയേ? അപ്പൊ തന്നെ ആയേ. കേന്ദ്രത്തിന് 1,100 വേറെ ഉണ്ട്. അപ്പൊ ഇതാണ് ഇവിടുത്തെ വേറൊരു ഇവരുടെ റെമ്യൂണറേഷൻ റേഷ്യോ നിൽക്കുന്നത്. ഞാനതിനെ മറ്റേതായിട്ട് സമീകരിച്ചോ ന്യായീകരിച്ചോ പറയുകയല്ല. ഇവർ ഈ 700 രൂപ കണക്ക് വീണ്ടും വീണ്ടും ഉദ്ധരിച്ചുകൊണ്ട് വരുന്നതുകൊണ്ട് ഇന്ന് അത് വീണ ജോർജിനെ പൊളിച്ചു കൊടുത്തു, അത് വേറൊരു കാര്യം. പക്ഷെ മറ്റൊരു പ്രശ്നമുള്ളത്, ഇത് തൊഴിൽ സമരമാണോ അജിംഷാദ്? തൊഴിൽ സമരത്തിൽ ഇവർ ഏതെങ്കിലും സ്ഥാപനത്തിലെയോ വകുപ്പിലെയോ ജീവനക്കാരാണോ? അല്ലല്ലോ. അത് ശിവദാസൻ MP പറഞ്ഞതുപോലെ അവര് സ്കീം വർക്കേഴ്സ് ആണ്. സ്കീം വർക്കേഴ്സിനെ അതിൽ നിന്ന് മാറ്റിയാലല്ലേ സ്ഥിരം തൊഴിലിലേക്ക് വെക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ടെമ്പററി തൊഴിലിലേക്ക് വെക്കാൻ പറ്റൂ, അല്ലെങ്കിൽ ഡെയിലി വേജസിൽ വെക്കാൻ പറ്റൂ. ഞാൻ തിരിച്ചെത്താം സാർ, ജയചന്ദ്രൻ തിരിച്ചെത്താം. ശ്രീ കെ സോമൻ, ഇവിടെ ശിവദാസൻ MP സൂചിപ്പിച്ച ഒരു കാര്യം, അതാണിപ്പോൾ M ജയചന്ദ്രൻ എടുത്തു പറഞ്ഞത്. സ്കീം വർക്കർ ആയി നിലനിൽക്കുന്ന ഇവരെ തൊഴിലാളികളാക്കേണ്ടത് ഈ കേന്ദ്ര സർക്കാരാണ്. കാരണം കേന്ദ്രത്തിൻ്റെ ആരോഗ്യമേഖലയുമായി ബന്ധപ്പെട്ട സ്കീമിലാണ് ഇവർ പ്രവർത്തിക്കുന്നത്. എന്നിരിക്കെ എങ്ങനെയാണ് സംസ്ഥാനത്തിന് ഈ വിഷയത്തിൽ അവരെ തൊഴിലാളികളാക്കാനാകുന്നത് എന്ന ചോദ്യമുണ്ട്. ഇവിടെ ഏറ്റവും പ്രസക്തമായൊരു ചോദ്യം വീണ്ടും ചോദിക്കുകയാണ്, കുറേ നാളായി നിങ്ങളോട് ചോദിക്കുന്നതാണ്. ഇവരെ തൊഴിലാളികളാക്കാൻ കേന്ദ്രത്തിന് മുമ്പിൽ എന്താണ് തടസ്സം? ശ്രീ അജിംഷാദെ, അങ്ങ് ശ്രീ ശിവദാസൻ MP, ബഹുമാനപ്പെട്ട MP സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഭയമുള്ള അധ്യാപകൻ ക്ലാസ് എടുക്കുമ്പോൾ അച്ചടക്കമുള്ള കുട്ടികൾ ഇരിക്കുന്നത് പോലെ അങ്ങ് ഇരിക്കുന്നത് കണ്ടു. എനിക്കൊരല്പം കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ട് അങ്ങ് അവസരം തരണം. ഒന്ന്, ബഹുമാനപ്പെട്ട സുഹൃത്തു കൂടി അധ്യാപകരോട് വിദ്യാർത്ഥികൾ വളരെ മനോഹരമായിട്ട് ഭയമുള്ള അധ്യാപകനോട് കുട്ടികൾ എങ്ങനെയാണ് അച്ചടക്കത്തോടെ ഇരിക്കുന്നത്, അങ്ങനെയാണ് ശ്രീ അജിംഷാദ്. ഞാൻ പറഞ്ഞത്, ഈ വിരളി പിടിച്ച അധ്യാപകരുണ്ടെങ്കിൽ അവരോട് ഏകലവ്യനെ പോലെ പെരുവിരൽ മുറിക്കില്ല, അവരോട് കൈ ചൂണ്ടി തന്നെ ചോദിക്കും. വിരളി വിദ്യാർത്ഥിക്കും കാട്ടാവല്ലോ. പറയൂ. അങ്ങ് ചൂണ്ടിക്കോളൂ. ചൂണ്ടുമ്പം ഒരു 2-3 വിരലുകൾ അങ്ങേക്ക് നേരെയും ചൂണ്ടുന്നുണ്ട്. ഇല്ല, ചൂണ്ടുന്നില്ല, മുഴുവൻ വിരലുകൾ. ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് ശ്രീ ജയചന്ദ്രൻ സാറ് അതെല്ലാം പ്രതിജ്ഞ എടുക്കാൻ വേണ്ടി നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്യുന്നതാണ്. ആ പ്രതിജ്ഞയുടെ അന്തസത്തെ നിങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ആശാ വർക്കർമാർക്ക് ഈ സമരം ചെയ്യേണ്ടി വരുന്നത് നിങ്ങൾ മാതൃകയാക്കുന്ന ഹിറ്റ്ലർ ഉയർത്തിയതുപോലെയല്ല മതേതരത്വത്തിന്റെ. നമുക്ക് വിഷയത്തിലേക്ക് വരാം. ശരി, പറയും. അജിംഷാദെ, നമുക്ക് വിഷയത്തിലേക്ക് വരാം. ബഹുമാനപ്പെട്ട എന്റെ സുഹൃത്ത് കൂടിയായിട്ടുള്ള ശ്രീ ജയചന്ദ്രൻ അവർകള് വളരെ മനോഹരമായിട്ട് തമാശയൊക്കെ പറയാണ്. നമ്മുടെ ധനമന്ത്രിയുടെ പല്ലിനെ കുറിച്ച് പറയുകയാണ്. മുഖ്യമന്ത്രിയുടെ ഹൃദയം, ജയചന്ദ്രൻ മാഷെ, അത് കൃത്രിമ ഹൃദയമല്ലല്ലോ. ഈ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി ഒരു കൂട്ടം തൊഴിലാളികളെന്ന് നിങ്ങൾ വിളിക്കുന്ന സ്ത്രീകൾ, സഹോദരിമാർ, അവർ സമയം നോക്കാതെ, കാലാവസ്ഥ നോക്കാതെ, അവരുടെ വീട്ടിലെ പ്രയാസങ്ങൾ നോക്കാതെ തെരുവിലിറങ്ങി ഈ ആരോഗ്യ മേഖലയെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കുമ്പോൾ ഈ അലിവുള്ള ഹൃദയവുമായി ഇരിക്കുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രി അവരെ കാണാതെ അടച്ചിട്ട ഗ്ലാസ്സില് വലിയ കാറില് വമ്പൻ സുരക്ഷയുടെ അകമ്പടിയിൽ പോകുമ്പോ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഹൃദയം അത് കൃത്രിമമല്ലല്ലോ, അത് ശരിക്കുള്ള ഹൃദയമാണല്ലോ, അത് തുടിക്കുന്നുണ്ടല്ലോ. അതിലെ തുടിക്കുന്നത് കൊണ്ട് മുഖ്യമന്ത്രി നയിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് നമുക്ക് ധനകാര്യമന്ത്രിയുടെ പല്ലിനെ കുറിച്ച് പറയാം. ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ, എന്താണ് ധനകാര്യമന്ത്രി പറഞ്ഞത്? വിദേശത്തേക്ക് പോകുമ്പോൾ മോദിക്ക് ആപ്ലിക്കബിളാണ്. മണിപ്പൂരിൽ മനുഷ്യർ പരസ്പരം ഹൃദയങ്ങൾ പറിച്ചെടുത്ത് അക്രമം നടത്തി മനുഷ്യർ മരിച്ചു വീഴുമ്പോൾ മോദി വിദേശത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ അത് ഫ്ലൈറ്റിൻ്റെ അകമ്പടിയിലോ ആയതുകൊണ്ട് ജനങ്ങളൊന്നും ഈ ഹൃദയമെടുപ്പും കാണാറില്ല. സോമൻ, താങ്കൾ പറയൂ, താങ്കളുടെ പോയിന്റ് പറയൂ. അങ്ങ് ഇടയ്ക്കിടയ്ക്ക് ഇടപെടുന്നു എന്നുള്ളതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. ഞാൻ ചോദിക്കട്ടെ, ജയചന്ദ്രൻ സാർ ഇവിടെ സൂചിപ്പിച്ചപ്പോ ഇപ്പോ ആശാ വർക്കർമാർക്ക് അധികമായി പണം കൊടുക്കുന്നു എന്നാണല്ലോ പറയുന്നത്. അധികമായി പണം കൊടുക്കുന്നുണ്ട്.
അതുകൊണ്ട് നിങ്ങൾ സമരം അവസാനിപ്പിക്കണമെന്ന് ഇന്നത്തെ ചർച്ചയിൽ ആ ആശാവർക്കർമാരെ പ്രതിനിധീകരിച്ച് ചർച്ചയ്ക്ക് വന്നവരോട് എന്തുകൊണ്ട് NHMന്റെ ഉദ്യോഗസ്ഥ സംഘം അല്ലെങ്കിൽ ചർച്ചയ്ക്ക് ചുമതലപ്പെടുത്തിയവർ എന്തുകൊണ്ട് പറഞ്ഞില്ല? ഇത് ഒരു ന്യായമില്ലാത്ത വാദമാണ്. ഞാൻ പറയട്ടെ, നമ്മുടെ സംസ്ഥാനത്തിന്റെ ധനകാര്യമന്ത്രി കേരളത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്നത് 1/2 കോടി രൂപ വിലയുള്ള കാറിലാണ്. 1/2 കോടി രൂപ വിലയുള്ള കാറിൽ കേരളത്തിന്റെ ധനകാര്യമന്ത്രി വന്നിട്ട് ഈ ആശാവർക്കർമാരെ കാണാതെ പോകുകയാണ്. കേന്ദ്രത്തിന്റെ ധനകാര്യമന്ത്രി രാജ്യത്തിന്റെ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ വന്നത് ഏതാണ്ട് 15 ലക്ഷം രൂപ വില വരുന്ന മാരുതിയുടെ ചെറിയ കാറിലാണ്. ഇതാണ് കേന്ദ്ര ധനകാര്യമന്ത്രിയും കേരളത്തിന്റെ ധനകാര്യമന്ത്രിയും തമ്മിലുള്ള വ്യത്യാസം. ഇവരെ എന്തുകൊണ്ട് തൊഴിലാളികളായി പ്രഖ്യാപിക്കുന്നില്ല എന്നാണല്ലോ ബഹുമാനനായ അജിം ഷാദിന്റെ ചോദ്യം. ഒന്ന്, ഞാൻ പറയട്ടെ, ആരോഗ്യ മേഖല എന്നത് സംസ്ഥാനത്തിന്റെ വിഷയമാണോ? ഇവരെ 62ാമത്തെ വയസ്സിൽ പിരിച്ചുവിടാമെന്ന് തീരുമാനമെടുത്തത് സംസ്ഥാന സർക്കാരല്ലേ? ഈ സ്കീം ആരുടേതാണ്? ആരോഗ്യ മേഖല ഇവിടെ നിൽക്കട്ടെ. ഈ സ്കീം ആരോഗ്യ മേഖല രാജ്യത്ത് തന്നെ യശസ് ഉയർത്തി തല ഉയർത്തി തന്നെയാണ് കേരളം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. കോവിഡ് കാലത്തൊക്കെ രാജ്യം തന്നെ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ കേരളത്തെ അംഗീകരിച്ചാണ്. അതുകൊണ്ട് അത് വിടൂ. ഇവിടെ ഈ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഇവർ ഉള്ളത് കേന്ദ്ര സ്കീമിൽപ്പെട്ടതാണോ? കേന്ദ്ര സ്കീമിലാണോ ഇവരുള്ളത്? ഇവർ സ്കീം വർക്കറായി തുടരുന്നത് കേന്ദ്രത്തിൻ്റെ സ്കീമിൻ്റെ കീഴിലല്ലേ? അങ്ങനെയാണെങ്കിൽ കേന്ദ്ര സർക്കാരല്ലേ അവരെ തൊഴിലാളികളായി പ്രഖ്യാപിക്കേണ്ടത്? അതിനെന്താണ് തടസ്സമെന്ന് കെ സോമൻ പറയൂ. പറയൂ ശ്രീ ശിവദാസ്. ബഹുമാനപ്പെട്ട BJP പ്രതിനിധിയായിട്ടുള്ള സോമൻ, അദ്ദേഹത്തോട് ഒരു ചെറിയ സംശയമാണ്. അദ്ദേഹം 1/2 കോടി രൂപ എന്ന് പറഞ്ഞാൽ നമ്മൾ വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ. കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി സഞ്ചരിക്കുന്നത് 50 ലക്ഷം രൂപയുള്ള കാറിലാണ് എന്ന് പറയുണ്ടായി. അങ്ങ് ആ കാറിൻ്റെ ഏതാണ് കമ്പനി, അദ്ദേഹം ഉപയോഗിക്കുന്ന കമ്പനി എന്നുള്ളതും ആ കമ്പനിയുടെ ഓൺ റോഡ് പൈസ എത്രയാണ് എന്നുള്ളതും ഒന്ന് പറഞ്ഞാൽ വലിയ സഹായം. 2, നിർമ്മലാ സീതാരാമൻ്റെ കാറിൻ്റെ മുന്നിലും പിന്നിലും ഇന്നോവ എന്ന കമ്പനിയുടെ ടൊയോട്ടയുടെ ഇന്നോവ ക്രിസ്റ്റ ആ കാറിലാണ് പ്രൊട്ടക്ഷനുമായിട്ട് ആളുകൾ പോകുന്നതെന്ന് അദ്ദേഹം അറിയുന്നത് നല്ലത്. ഞാൻ ഒറ്റ കാര്യം ഇപ്പോൾ സംശയമായിട്ട് ചോദിക്കുള്ളൂ, ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടൊന്ന് ചോദിച്ചാണ്. അല്ല ഒന്നല്ല, അതിന്റെ 50 ലക്ഷമുള്ള വണ്ടിയുടെ ഒന്ന് അദ്ദേഹം പറഞ്ഞാൽ ഒരു എനിക്കറിയാത്തതുകൊണ്ടാണ്, ഞങ്ങൾ MP-മാരായതുകൊണ്ട് ഒന്ന് പറഞ്ഞു. അല്ലല്ലല്ല, ഒന്ന് പറഞ്ഞു കഴിഞ്ഞാലല്ല ഞാൻ പറഞ്ഞ അദ്ദേഹം ഒന്ന് വ്യക്തത വരുത്തിയാൽ. അങ്ങ് അറിയാത്തത് കൊണ്ടല്ല, ഇങ്ങനെയൊക്കെ പറയാൻ നിർബന്ധിതമാകുന്ന സാഹചര്യം കേരളത്തിലുണ്ട്. അതെ, നിങ്ങളുടെ എല്ലാ മന്ത്രിമാരും ഉപയോഗിക്കുന്നത് വലിയ വിലപിടിപ്പുള്ള വലിയ കാറുകളിൽ, കേന്ദ്രമന്ത്രിമാർ ഉപയോഗിക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രി അത്തരം ചർച്ചയെ നിലവാരരഹിതമായി കൊണ്ടുപോകുന്നു. അല്ലല്ല, നമുക്ക് വിഷയത്തിലേക്ക് വരാം. അജിം ഷാദ്, ഞാൻ വിഷയത്തിലേക്ക് വരാം. കേരളത്തിന്റെ ധൂർത്ത്, കേരളത്തിന്റെ ധൂർത്ത് അതാണ് സൂചിപ്പിക്കുന്നത്. അതിലേക്ക് വന്നാൽ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അതൊക്കെ വരും. ഞാൻ ആ വിഷയത്തിൽ നിന്ന് വിടുകയാണ്. സംസ്ഥാനങ്ങളുമായി നമുക്ക് കമ്പയർ ചെയ്യാം. അതൊന്നും ഒരു പ്രശ്നവുമില്ല ശ്രീ കെ സോമൻ, അതൊന്നും ഒരു പ്രശ്നമല്ല. മണിപ്പൂരിൽ മനുഷ്യർ മരിച്ചു കിടന്നിട്ട് ഈ റേഞ്ച് റോവറിലും പറക്കും സ്വാമി പോലെ നടക്കുന്ന മോദി എന്തേ അവിടേക്കൊന്ന് പോകാത്തത്? അതല്ലേ ചോദ്യം. നിങ്ങൾ എങ്ങനെയാണ് ഈ 1% താഴെയുള്ള ആശാ വർക്കർമാർ തെറ്റായ സമര രീതിയുമായി നിലനിൽക്കുന്നു? കാരണം അവർ കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യേണ്ടവർ സംസ്ഥാനത്തിനെതിരെ സമരം ചെയ്യുന്നു. അതിൻ്റെ പിന്നിൽ SUCI അടക്കമുള്ള ഈ നിങ്ങൾ പറയാറുള്ള എന്താണ് നഗര നെക്സലുകൾ, അർബൻ നെക്സലുകൾ എന്നൊക്കെ പറയുന്ന സ്വഭാവത്തിലുള്ളവരുടെ പ്ലാനിങ്ങിൽ സമരം ചെയ്യുന്നു. സംസ്ഥാന സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്യാതിരിക്കുന്നു. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഹൃദയത്തെക്കുറിച്ച് പറയുന്നവർ എന്തേ മണിപ്പൂരിനെ കുറിച്ച് പറയുന്നില്ല? എന്തേ അവിടെ മരിച്ചു വീഴുന്ന മനുഷ്യരെ കുറിച്ച് പറഞ്ഞില്ല? ആ ചർച്ച നടക്കുന്ന വേളയിലാണല്ലോ കേരളത്തെ അപമാനിക്കാനായി നിർമ്മല കേന്ദ്ര ധനമന്ത്രി ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വിഷയം അതാണ്. ഒന്ന് കേരളത്തെ അവമാനിക്കുന്നു, കേരളത്തിന് അർഹതപ്പെട്ടത് തരുന്നില്ല. ഇത് ശിവദാസ് MP യും ജോൺ ബ്രിട്ടാസ് MP യും ഒക്കെ പറയുകയാണ്, അത് സഭയിൽ പറയുകയാണ്.
അതുമാത്രമല്ല നിങ്ങളുടെ നദ്ദ പറഞ്ഞ കാര്യങ്ങളിലെ തെറ്റായ കാര്യങ്ങൾ, പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടത് ആശാവർക്കർമാരടക്കമുള്ളവരുടെ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കാനുള്ള കുടിശ്ശികൾ തീർത്തു തരണം കേന്ദ്രമെന്ന്. കേരളത്തിൽ നിന്ന് പിരിച്ചു കൊണ്ടുപോകുന്ന പൈസയിൽ കൃത്യമായ അളവ് ബീഹാറിനും ആന്ധ്രയ്ക്കും കൊടുക്കുന്നത് പോലെ ഞങ്ങൾക്ക് തരണമെന്നാണ് കേരളം പറയുന്നത്. ആ അവകാശമാണ് ചോദിക്കുമ്പോഴാണ് നിങ്ങൾ ഈ കാട് കയറി എന്തൊക്കെയോ പറയുന്നത്. ശ്രീ കെ സോമൻ, അജംഷാദ് ചോദിച്ചുകൊണ്ടിരുന്നോളൂ, ഞാൻ മിണ്ടാതിരുന്ന് ഞാൻ കേട്ടുകൊണ്ടിരിക്കാം. കേരളത്തെ കേന്ദ്ര ധനകാര്യമന്ത്രി അപമാനിച്ചിട്ടില്ല. കേരളത്തിലുണ്ടായിരുന്ന ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനായുള്ള ജയചന്ദ്രൻ മാഷ് സൂചിപ്പിച്ചല്ലോ, കേരളത്തിൻ്റെ മുഖ്യമന്ത്രി 2018 മെയ് മാസം 1-ാം തീയതി നടത്തിയിട്ടുള്ള വലിയ പ്രഖ്യാപനം. അതിനുശേഷമല്ലേ അജിംഷാദെ ISROയിലേക്ക് വന്ന സാമഗ്രികൾ CITക്കാർ തടഞ്ഞിട്ടത്? അതിനുശേഷമല്ലേ ചന്ദ്രശേഖർ നായർ സ്റ്റേഡിയത്തിലേക്ക് വന്ന സാമഗ്രികൾ CITക്കാർ തടഞ്ഞിട്ടത്? ഒറ്റപ്പെട്ട സംഭവങ്ങൾ എടുത്തു ISSയിലേക്ക് വന്ന സാധന സാമഗ്രികൾ തടഞ്ഞിട്ട് 25,000 രൂപ ആവശ്യപ്പെട്ടത് ആരാണ്? ശ്രീ സോമൻ, ഒരു കാര്യം കൂടിയുണ്ട്. മെനഞ്ഞാന്ന് വന്നൊരു വാർത്തയാണ്. ബാങ്കിലടക്കം കേന്ദ്ര സർക്കാർ സമ്പന്നർക്ക് അതിസമ്പന്നർക്ക് അവരുടെ കടങ്ങൾ എഴുതിത്തള്ളിയ കണക്ക്, അതിൻ്റെ 4/1 പോരെ ഈ ആശമാർക്ക് കെടുത്തിയ കുടിശ്ശിക കൊടുത്തു തീർക്കാൻ? നിർമ്മല സീതാരാമനോടൊന്ന് പറയൂ, കേരളത്തിലെ BJP ഘടകമേ. അജിംഷാദെ, കേരളത്തിന്റെ ധനകാര്യമന്ത്രിയോട് പറയൂ, 28,000 കോടി രൂപ പിരിഞ്ഞു കിട്ടാനുള്ളത് പിരിച്ചെടുത്ത് ആ പാവപ്പെട്ട ആശാവർക്കർമാർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യം കൊടുക്കണം. അവരുടെ ദിവസവേതനം 700 രൂപയായി വർദ്ധിപ്പിക്കണം. നിങ്ങൾ പ്രകടന പത്രികയിൽ പറഞ്ഞത് നടപ്പാക്കാൻ ശ്രമിക്കണം എന്ന് നിങ്ങൾ പറയണം. അത് ചെയ്തു കൊടുക്കണമെന്ന് കേരളത്തിന്റെ ധനകാര്യമന്ത്രിയോട് പറയൂ. കേരളത്തിലെ PSCക്കാർക്ക് കൊടുത്ത വലിയ ആനുകൂല്യം, കേരളത്തിലെ മന്ത്രിമാരുടെ വലിയ പേഴ്സണൽ സ്റ്റാഫിന്റെ എണ്ണം കുറച്ചുകൊണ്ട് ആ ആശാവർക്കർമാർക്ക് ആനുകൂല്യം കൊടുക്കാൻ പറയൂ. അവരാണ് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ സംരക്ഷിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സ്കീമാണെന്ന് അങ്ങ് പറയുന്നു. എന്നിട്ട് നിങ്ങൾ അത് മറച്ചു വെക്കാൻ ശ്രമിക്കുകയാണ്. വിശ്വദാസൻ MP, നോക്കൂ, ഇവിടെ പറയുന്ന കള്ളത്തരം ആവർത്തിക്കുകയാണ്. ഇന്നും നദ്ദ പറഞ്ഞ കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. കൂട്ടി നൽകും ഇൻസെൻറ്റീവ്, എത്രയാണ് നൽകുന്നത്, എത്രയാണ് കുടിശ്ശിക, ഈ വിഷയത്തിൽ വരുത്തിയ വീഴ്ചകൾ അത് മറച്ചു വെക്കുകയാണ്. അതാണ് അവകാശ ലംഘനത്തിലുള്ള നോട്ടീസ് നൽകുന്നൊരു ഇതിലേക്കൊക്കെ പോയത്. ഇന്നിപ്പോൾ വീണ്ടും നദ്ദ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. അതിൽ വ്യക്തത വരുത്തുന്നില്ല. എന്താണ് കേന്ദ്ര സർക്കാർ വരുത്തിക്കൊണ്ടിരിക്കുന്ന വീഴ്ചകൾ? എവിടെയാണ് കേന്ദ്ര സർക്കാർ വീഴ്ച വരുത്തുന്നത്? കേന്ദ്ര സർക്കാർ നമുക്ക് തരേണ്ട, കേരളത്തിന് തരേണ്ട അർഹമായ ആശാവർക്കർമാരുടെ ഇൻസെൻറ്റീവിൻ്റെ വർധന കാര്യത്തിലുള്ള കുടിശ്ശിക അടക്കം, ഇൻസെൻറ്റീവ് വർധനത്തിൻ്റെ കാര്യത്തിലും കുടിശ്ശികയിലും ഒക്കെ ഉള്ള കാര്യത്തിൽ എന്താണ് വസ്തുത? ശ്രീ വി ശിവദാസൻ, ഇവിടെ BJPയുടെ പ്രതിനിധി പറയുന്നത് കേൾക്കുമ്പോൾ വലിയ പ്രയാസം തോന്നുകയാണ്. എങ്ങനെയാണ് മനുഷ്യർക്ക് ഇത്രമേൽ വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിച്ച് പറയാൻ പറ്റുക? ഒന്ന്, അദ്ദേഹം കാറിൻ്റെ കാര്യം പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടിയ വിലയുള്ള കാറിൽ യാത്ര ചെയ്യുന്ന മുഖ്യമന്ത്രി ആരാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? ഇന്ന് മനുഷ്യരെ ആയുർദൈർഘ്യം ഏറ്റവും കുറഞ്ഞിട്ടുള്ള, ഓക്സിജൻ കിട്ടാതെ കുട്ടികൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഉത്തർപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ആദിത്യനാഥ് 3 കോടി രൂപയിലധികം വില വരുന്ന മെഴ്സിഡസ് കാറിലാണ് യാത്ര ചെയ്യുന്നത്. M സീരീസ് വെഹിക്കിളിലാണ് യാത്ര ചെയ്യുന്നത്. അത് എന്തിനാണ് മറച്ചു വെക്കുന്നത്? ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാഹനത്തെക്കുറിച്ച്, വിമാനത്തെക്കുറിച്ച്, അതിൻ്റെ വിലയെക്കുറിച്ച് പാർലമെൻറ്റിൽ ഞാൻ ചോദിച്ചപ്പോൾ അത് രാജ്യസുരക്ഷയെ ബാധിക്കുന്നതുകൊണ്ട് വെളിപ്പെടുത്താൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഇനി വിശദാംശത്തിലേക്ക് പോകുന്നില്ല. 2, അദ്ദേഹം പറഞ്ഞു VSSC വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ അവിടെ നോക്കുകൂലി ചോദിച്ച് CITക്കാരായിട്ടുള്ള ആളുകളുടെ അദ്ദേഹം പറഞ്ഞു. എത്രമേൽ അപമാനകരമാണ് അങ്ങനെ പറയുന്നത്. ആരാ അവിടെ നോക്കുകൂലി ചോദിച്ചത്? അവിടെ ആരാണ്? ഒരു CIT പ്രവർത്തകൻ അല്ലെങ്കിൽ ഒരു CPIMൻ്റെ അനുഭാവി അതിനകത്ത് ഉണ്ടായോ? ഗെയിലിൻ്റെ MD അവർ ഹൈക്കോടതിയിൽ ഒരു കേസ് ഫയൽ ചെയ്തു. എന്താണെന്നറിയോ? കൊച്ചിയിൽ സാധനം ഇറക്കുമ്പോൾ അവർക്ക് നോക്കുകൂലി വാങ്ങുന്നതിന് വേണ്ടി അതിനകത്ത് ഇടപെട്ട ചോദിച്ച ആളുകൾക്കെതിരായിട്ടാണ്. സംഘടനയുടെ പേര് പറയാണ് BMS എന്ന ഓർഗനൈസേഷൻ. ഡേറ്റ് ഞാൻ പറഞ്ഞുതരാം. ആദ്യം അങ്ങ് പറഞ്ഞിട്ടുള്ള VSSCയുടേത് 2021 അതിനു മുമ്പുള്ളത് ഇന്ത്യൻ എക്സ്പ്രസ് ഗെയിലിൻ്റെത് വലിയ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്താണ്. തിരുവനന്തപുരത്തെ സംരംഭകൻ BMSനെതിരായിട്ടാണ് കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. ഞാൻ ഓർമ്മപ്പെടുത്തുന്ന കാര്യം,
ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടെങ്കിൽ അത് കൂട്ടായി നമ്മൾ ചെറുക്കണം. അതിൽ CITU അവരുടെ പിന്തുണ അറിയിച്ചിട്ടുള്ള സംഘടനയാണ്. മുഖ്യമന്ത്രി വളരെ കൃത്യമായി 2016 അധികാരത്തിൽ വന്ന ഉടൻ തന്നെ കൃത്യമായിട്ടുള്ള ഉത്തരവിറക്കിയിട്ടുള്ളതാണ്. അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുന്ന കാര്യം, ഗുണ്ടാപിരിവ് നടക്കുന്ന മഹാരാഷ്ട്രയിൽ, ഉത്തർപ്രദേശിൽ മനുഷ്യർക്ക് കച്ചവട സ്ഥാപനം നടത്താൻ പറ്റാതെ പ്രയാസത്തിലായി അവർ നിൽക്കുന്ന അവിടെ മുസൽമാനായി പോയി ജനിച്ചു പോയി കഴിഞ്ഞാൽ ജോലി ചെയ്യാൻ പറ്റില്ല എന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടാക്കാൻ നോക്കുന്ന മതവർഗീയതയുടെ കരാള നൃത്തം ചവിട്ടുന്ന സ്ഥലങ്ങൾ മണിപ്പൂർ ഇവിടെ പറഞ്ഞു കഴിഞ്ഞു. ഇങ്ങനെ ജാതിയുടെ മതത്തിൻ്റെ പേരിൽ മനുഷ്യരെ ഭിന്നിപ്പിക്കുന്ന ആളുകളുടെ കൂട്ടം ഇത്തരത്തിലുള്ള നെറികെട്ട സംസാരം സഭയിലും സഭയ്ക്ക് പുറത്തും ഒരിടത്തും നടത്തരുത് എന്നുള്ളതാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഇനി അതിൻ്റെ കൂട്ടത്തിൽ കൂട്ടിച്ചേർക്കുന്ന കാര്യം എന്താണ്? ഇവിടെ പറഞ്ഞല്ലോ, നോക്കുകൂലിയെ സംബന്ധിച്ച് രാജ്യത്തിൻ്റെ ധനകാര്യമന്ത്രി നടത്തേണ്ടുന്ന പ്രസംഗമാണോ അത്? എത്രമേൽ സങ്കടകരമായിട്ടുള്ള പ്രസംഗം അവർ നടത്തിയിട്ടുള്ളത്. ഉത്തരവാദിത്തരഹിതമായി കേവലം BJPയുടെ ഒരു പ്രവർത്തകൻ സംസാരിക്കുന്നത് പോലെയാ അവരവിടെ സംസാരിച്ചിട്ടുള്ളത്. ധനകാര്യ വകുപ്പിൻ്റെ മന്ത്രിയാണ്. കേരളം ഇന്ന് രാജ്യം ശ്രദ്ധിക്കുന്ന കുതിച്ചുചാട്ടം വിവിധ മേഖലകളിൽ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സംസ്ഥാനമാണ്. അതിൻ്റെ നേട്ടം എന്താണ്? ഗ്ലോബൽ ഇൻവെസ്റ്റ്മെൻറ്റ് മീറ്റിലൂടെ ആളുകൾ ഇങ്ങോട്ട് നിക്ഷേപിക്കുന്നതിന് വേണ്ടി വരികയാണ്. ഇന്ന് രാജ്യത്തെ റാങ്കിങ്ങിനകത്ത് ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഈ ബിസിനസ് ഏറ്റവും എളുപ്പത്തിൽ വ്യവസായം നടത്താൻ, ബിസിനസ് നടത്താൻ എല്ലാ തരത്തിനും നല്ല അന്തരീക്ഷമുള്ള ഒരു സംസ്ഥാനമായിട്ട് കേരളം നിൽക്കുകയാണ്. ധനകാര്യ മേഖലയിൽ കേരളത്തിൻ്റെ പെർഫോമൻസ് നോക്കുക. രാജ്യത്ത് തനത് നികുതി വരുമാനം ഏറ്റവും കൂടുതൽ കണ്ടെത്തിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൊന്നാണ്. റോഡുകളുടെ ഗുണനിലവാരം എടുത്താൽ രാജ്യത്തെ ഏറ്റവും മികച്ച ഉൾനാടൻ ഗതാഗത സംവിധാനമുള്ള സംസ്ഥാനമാണ്. ഇന്ത്യയിൽ ആദ്യമായി വാട്ടർ മെട്രോ സംവിധാനമുള്ള ഒരു സംസ്ഥാനമാണ്. ഇതിനും അപ്പുറത്ത് എല്ലാ ഗ്രാമങ്ങളിലും വിദ്യാഭ്യാസ സ്ഥാപനമുള്ള, ആ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പക്കാ ബിൽഡിങ്ങുള്ള ഒരു സംസ്ഥാനമാണ്. എല്ലാ പഞ്ചായത്തുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രമുള്ള ഒരു സംസ്ഥാനമാണ്. ഇതിനും അപ്പുറത്ത് എല്ലാ വീടുകളിലും ഇൻ്റർനെറ്റ് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി പോകുന്ന ഒരു സംസ്ഥാനം. ഗെയിലും NHൻ്റെയും വർക്ക് വലിയ നിലയിൽ പുരോഗതിയിലേക്ക് കൊണ്ടുപോകുന്നതിന് സാധിച്ചിട്ടുള്ള ഒരു സർക്കാർ. ക്ഷേമ പെൻഷനുകൾ 60 ലക്ഷത്തോളം ആളുകൾക്ക് കൊടുക്കുന്ന സർക്കാർ. ഇന്ത്യയിൽ മറ്റൊരിടത്തും കാണാത്ത നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള ഒരു സർക്കാരും ആ സർക്കാരിനാൽ മുന്നോട്ട് പോകുന്ന ഒരു ജനതയും നിൽക്കുകയാണ്. അതുകൊണ്ട് എൻ്റെ അഭ്യർത്ഥന, ഈ നാടിൻ്റെ നന്മയ്ക്ക് വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം, നിങ്ങൾ അല്പമെങ്കിലും വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിൽ നിന്ന് പിറകോട്ട് പോകണം എന്നുള്ളതാണ്. ആശാവർക്കർമാർക്ക് ശമ്പളം കൊടുക്കുന്നതിനുള്ള ഉത്തരവാദിത്വം യൂണിയൻ ഗവൺമെൻറ്റിൻ്റെതാണ്. അവരുടെ സ്കീമാണ്. ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കേണ്ടത് യൂണിയൻ ഗവൺമെൻറ്റാണ് എന്ന് പറയാൻ നിങ്ങൾ തയ്യാറാവണം. കേരളത്തിലെ സർക്കാരിൻ്റെ നെഞ്ചത്ത് കയറി ചവിട്ടുന്നതിന് വേണ്ടി വരികയല്ല വേണ്ടത്. കേന്ദ്ര സർക്കാരിനെതിരെ, യൂണിയൻ ഗവൺമെൻറ്റിനെതിരെ ഒരു വാക്കെങ്കിലും പറയാനുള്ള അല്പമെങ്കിലും മാന്യത BJPയുടെ നേതാക്കന്മാർ പ്രകടിപ്പിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമാണ്. രാജ്യസഭയിൽ താങ്കൾ പറഞ്ഞ കാര്യം, ആശാവർക്കർമാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വളരെ ഫോക്കസ് ചെയ്ത് താങ്കൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്താണ്? ഇന്ന് സോമൻ അതുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന പല കാര്യങ്ങളും പ്രചരിപ്പിക്കുന്നു. ഇപ്പോഴും പറയുന്നു BJPക്കാർ. നദ്ദ കഴിഞ്ഞ ദിവസം പറഞ്ഞതിനെതിരെ അവകാശ ലംഘനത്തിന് നോട്ടീസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇടതുപക്ഷ MP മാർ. ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ ഇന്ന് താങ്കൾ സ്പെസിഫൈ ചെയ്തത് എന്തൊക്കെയാണ് ഇൻസെൻറ്റീവുമായി ബന്ധപ്പെട്ട അടക്കം? രാജ്യസഭയിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ കൃത്യമായി പറഞ്ഞതാണ്. 637 കോടി രൂപ കേരളത്തിന് നൽകാതിരുന്നതിനെക്കുറിച്ച് പറഞ്ഞു. ആശാ വർക്കർമാരെ വർക്കർമാരാക്കി മാറ്റണം എന്ന് പറയുകയുണ്ടായി. കൂടാതെ കോൺഗ്രസ്സുകാർ കേരളത്തിൽ BJPയുടെ വാലായിട്ട് ഈ സമരത്തെ കേരളത്തിലെ ജനതക്കെതിരായിട്ട് ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി, കേരള താല്പര്യത്തിനെതിരെ ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. കൂട്ടത്തിൽ ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞു. അത് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസ്സിലെ ചിലർ BJPയുടെ വാലായി അവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു കോൺഗ്രസിൽ നിന്നുകൊണ്ട് എന്ന് രാഹുൽ ഗാന്ധി പറയുണ്ടായി. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ശരിയായ കാര്യമാണ് എന്നുള്ളത് കൂടി ഞാനവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ BJPയും കോൺഗ്രസും ഒന്നിച്ചു നിന്നുകൊണ്ടാണ് ഇടതുപക്ഷത്തിനെതിരായിട്ട് സമരമായിട്ട് വരുന്നത്. ഒറ്റ അഭ്യർത്ഥനയേ ഉള്ളൂ, കോൺഗ്രസ് മതനിരപേക്ഷ പാർട്ടിയാണ് എന്ന് ഡൽഹിയിലും പല സ്ഥലത്തും പറയുന്നത് കേൾക്കാറുണ്ട്. എന്നാൽ കേരളത്തിലെത്തുമ്പോൾ BJPയുടെ തനി വാലായിട്ട് അവർ മാറുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. BJPയും കോൺഗ്രസും ചേർന്ന് ഇടതുപക്ഷ സർക്കാരിനെതിരെ എത്രമേൽ കള്ളത്തരം പ്രചരിപ്പിച്ചാലും, കളവ് നിങ്ങൾ 100 ആവർത്തി 1000 ആവർത്തി പറഞ്ഞുകൊണ്ടിരുന്നാലും കേരളത്തിലെ ജനങ്ങൾ
ഇത് വിശ്വസിക്കാൻ പോകുന്നില്ല എന്നുള്ളത് കൂടി കൂട്ടിച്ചേർത്തു. ഈ പല വിധത്തിലും പറയുന്ന കാര്യങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒന്നുണ്ട് ശ്രീ ശിവദാസ് എം പി. അതായത് ഈ ആരോഗ്യം എന്നത് കൺകറന്റ് ലിസ്റ്റിൽ പെടുന്ന, അല്ല സെൻട്രൽ ലിസ്റ്റിൽ പെടുന്നതല്ല, സ്റ്റേറ്റ് ലിസ്റ്റിൽ പെടുന്നതാണ്. പിന്നെ എങ്ങനെയാണ് ആശാ വർക്കർമാർക്ക് വർക്കർ തൊഴിലാളി എന്ന പദവി കൊടുക്കാനാകുന്നതെന്ന് വളരെ തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യം. താങ്കൾ ഇന്ന് സഭയിൽ പറഞ്ഞതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൂടി അതിനുകൂടി ഒരു മറുപടി ഒന്ന് നൽകൂ. ഞാൻ പറഞ്ഞിട്ടുള്ള ഈ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് മന്ത്രി ഈ വിഷയങ്ങളിൽ മന്ത്രി മറുപടി താങ്കൾക്ക് സമഗ്രമായി പറയാം. കെ സോമൻ എന്താണ് പെട്ടെന്ന് ചുരുക്കി ചോദിക്കൂ. വഴങ്ങാം. പിന്നെന്താ ഒരു 5 സെക്കൻഡ് മതി എനിക്ക്. ബഹുമാനപ്പെട്ട ഞാൻ വളരെ തയ്യാറാണ്. അങ്ങ് ചോദിക്കാനുള്ളത് ഈ ആശാ വർക്കർമാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ എനിക്ക് അങ്ങയോട് ചോദിക്കാനുള്ളത്, സംസ്ഥാന ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് എത്ര പ്രവർത്തികൾ ഈ ആശാ വർക്കർമാരെ കൊണ്ട് സംസ്ഥാന ആരോഗ്യ വകുപ്പ് ചെയ്യിപ്പിക്കുന്നുണ്ട്? അതിനനുസരിച്ചുള്ള വേതനം അവർക്ക് കൊടുക്കണമെന്ന് അവരാവശ്യപ്പെടുന്നത് ന്യായമല്ലേ? തീർച്ചയായും അതുകൂടി ചേർത്ത് മറുപടി പറയൂ ശ്രീ വിശ്വദാസൻ. ആശാ വർക്കർമാരെ തൊഴിലാളികളായി അംഗീകരിക്കണം യൂണിയൻ ഗവൺമെൻറ് എന്നുള്ളതാണ് ഒന്നാമത്തെ നമ്മുടെ ഡിമാൻഡ്. രണ്ടാമത് എന്താണ്, സ്കീം വർക്കേഴ്സ് എന്ന് പറഞ്ഞ് ആശാ വർക്കർമാരെ നിലനിർത്തിക്കൊണ്ട് അവർക്ക് യൂണിയൻ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് അർഹതപ്പെട്ട വേതനം കൊടുക്കുന്നില്ല. കേരളത്തിലെ സർക്കാർ അവർക്ക് നിശ്ചയിക്കപ്പെട്ട നിലയിൽ ഓണറേറിയം കൊടുക്കുന്നു. ഇന്ത്യയിൽ ഏറ്റവും ഉയർന്ന നിലയിൽ ഓണറേറിയം കൊടുക്കുകയാണ് കേരളത്തിലെ സർക്കാർ. അത് മാതൃകയാണ്. അതിൽ ചില ആളുകൾ സിക്കിമിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. സിക്കിമിനെ കുറിച്ച് പറയുന്നത് എന്താണ്, അത് സിക്കിമിൽ കേരളത്തെക്കാൾ കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടക്കുന്നുണ്ട്. വസ്തുത നിരക്കാത്ത അവരെ 90% 90:10 അവിടെ കേന്ദ്ര സംസ്ഥാന അനുപാതം. അപ്പോൾ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ സഹായം ആശാ വർക്കർമാർക്ക് നിലവിൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതിനർത്ഥം, ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞാൽ, ഇനി കേരളത്തിലോ യൂണിയൻ ഗവൺമെൻറ്റോ കൂടുതൽ സഹായങ്ങൾ നൽകരുത് എന്നുള്ള അർത്ഥത്തിലല്ല. പക്ഷേ ഈ സമരം നടത്തുന്ന ആളുകൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്, അവരെ നയിക്കുന്ന ആളുകൾ ആദ്യം പറയേണ്ടത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ കൊള്ളരുതായ്മക്കെതിരായിട്ടാണ്. നിർബന്ധമായും യൂണിയൻ ഗവൺമെൻറ് ഇവരുടെ അലവൻസ് മറ്റ് നൽകിക്കൊണ്ട് ഇൻസെൻറ്റീവ്സ് വർദ്ധിപ്പിച്ച് തൊഴിലാളികളെ അംഗീകരിപ്പിക്കുക എന്ന പ്രാഥമിക കാര്യത്തെ മുഖം തിരിച്ചു നിന്നുകൊണ്ട് സംസാരിക്കുന്ന ഒരാൾക്ക് ഈ ആശാമാരുടെ വിഷയത്തിൽ ആത്മാർത്ഥതയില്ല എന്ന് ആവർത്തിച്ച് പറയേണ്ടി വരും. തീർച്ചയായും ചർച്ച തുടരുമ്പോൾ ശ്രീ എം ജയചന്ദ്രൻ, 3 കാര്യങ്ങളാണ് പ്രധാനമായുമുള്ളത്. ഒന്ന്, തെറ്റിദ്ധാരണ പരത്തി മണിപ്പൂർ അടക്കമുള്ള സംഘർഷബാധിത പ്രദേശങ്ങളിലെ പ്രശ്നങ്ങൾ കേന്ദ്ര സർക്കാരിൻ്റെ പിടിപ്പുകേട് മറയ്ക്കാൻ കേരളത്തെ അപമാനിച്ചു എന്ന വൈകാരികവും വസ്തുതാപരവുമായ വിഷയം ഒന്ന്. രണ്ടാമത്തത്, ആശാ വർക്കർമാരടക്കമുള്ളവരുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ പറയുന്ന കള്ളത്തരം. മൂന്നാമത്തത്, സംസ്ഥാനത്തിന് അർഹതപ്പെട്ട ഇവിടെ നിന്ന് പിരിച്ചുകൊണ്ടു പോകുന്ന ആ പണത്തിൻ്റെ കൃത്യമായ തിരിച്ചു വരവ് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് നൽകുന്നില്ല എന്ന വസ്തുത. ഇത് 3 ഒരു വിഷയമായി നിൽക്കുന്നത്. ഇത്രയേറെ പ്രതിസന്ധികൾ കേരളത്തിലുള്ളപ്പോൾ അതിനെതിരെയാണ് കെ സോമൻ അടക്കമുള്ളവർ അവരുടെ വാചാടോപം കാട്ടുന്നത്. നിരവധി വസ്തുതാവിരുദ്ധതകൾ പറഞ്ഞ കാര്യങ്ങൾ. അത് കെ സോമൻ എന്ന വ്യക്തിയല്ല, മറിച്ച് BJP നേതാവ് എന്ന നിലയിൽ കൂടിയാണ്. ഇതിനെ എങ്ങനെയാണ് രാഷ്ട്രീയമായി പ്രതിരോധിക്കാനാകുന്നത്? രാഷ്ട്രീയമായി കേരളം പ്രതിരോധിച്ചുകൊണ്ടേയിരിക്കുകയാണല്ലോ അജിംഷാദെ. കാരണം ഇവിടെ അടിസ്ഥാന പ്രശ്നമായിട്ട് കേരളത്തിന് മുമ്പിൽ നിൽക്കുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ ഉള്ളതാണ് കേരളത്തിനോടുള്ള കേന്ദ്രാവഗണന എന്ന പ്രശ്നം. അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ തന്നെ പ്രശ്നമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണല്ലോ കേരളം സുപ്രീം കോടതിയിൽ കേസിന് പോയതും ആ കേസ് അവിടെ സ്വീകരിക്കപ്പെട്ടതും. ഭരണഘടനാ ബെഞ്ചിലാണ് ഇപ്പോൾ ആ കേസ് ഉള്ളത്. ഇത് നമ്മൾ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യം, ഇത് കേന്ദ്രത്തിനോട് ചോദിക്കുന്ന ഒരു ഔദാര്യമല്ല, ഇത് കേരളത്തിന്റെ അവകാശമാണ്. ആ അവകാശം ഒരു സാമന്ത രാജ്യത്തിന് കൊടുക്കുന്നത് പോലെ അറിഞ്ഞ് സാമന്തിന് കൊടുക്കുന്ന രീതിയിൽ കിട്ടേണ്ട സാധനവുമല്ല, അവകാശമാണ്. ഇവിടുന്ന് കൊണ്ടുപോകുന്നതിന്റെ കൃത്യമായ ഓഹരി നമുക്ക് കിട്ടണം എന്ന് ഏതെങ്കിലും കേന്ദ്ര സർക്കാരുകളോ സംസ്ഥാന സർക്കാരുകളോ തമ്മിലുണ്ടാക്കിയ ധാരണയൊന്നുമല്ല. ആർട്ടിക്കിൾ 280 അത് പറയുന്നുണ്ട്. അത് കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെ പറ്റിയുള്ള കാര്യത്തിൽ തന്നെ. അതുകൊണ്ടാണ് ധനകാര്യ കമ്മീഷൻ കൃത്യമായി അത് നൽകണം എന്ന് ഭരണഘടനയെ തന്നെ വിഭാവനം ചെയ്ത് എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത് ഏതെങ്കിലും കേന്ദ്ര ഗവൺമെന്റ്, മോദിയുടെ ആണെങ്കിലും മറ്റാരുടേതാണെങ്കിലും, കേരളമാണെങ്കിലും മറ്റേത് സ്റ്റേറ്റ് ആണെങ്കിലും, അത് കേന്ദ്ര സർക്കാരുകളോ സംസ്ഥാന സർക്കാരുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സാമന്ത കേന്ദ്ര ബന്ധമല്ല. അത് ഭരണഘടന വിഭാവനം ചെയ്യുന്ന അധികാരത്തിൽ പെടുന്നത് തന്നെയാണ്. അത് പാലിച്ചേ പറ്റൂ. കേരളം അതാണ് പറയുന്നത്.
അവിടെ തന്നെയാണ് കടമെടുപ്പ് പരിധിയുടെ പ്രശ്നവും വരുന്നത്, അതിൽ തന്നെയാണുള്ളത്. പിന്നെ 3.5% നമുക്ക് കടമെടുക്കാമെന്നിരിക്കെ അത് സമ്മതിക്കില്ല. അതേസമയം കേന്ദ്ര സർക്കാരിന് എത്ര ലക്ഷം കോടി രൂപ വേണമെങ്കിലും യഥേഷ്ടം കടമെടുക്കാം. ഇത്തരത്തിലുള്ള വിവേചനങ്ങൾ, ആ വിവേചനങ്ങളും നമ്മളുടെ അധികാരത്തെയാണ് കവരുന്നത്. അങ്ങനെ ഒരു സംസ്ഥാനത്തിന് മുമ്പോട്ട് പോകാൻ പറ്റില്ല. പ്രത്യേകിച്ചും കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയിലെ പൊതുവികസന സൂചികകളിലെല്ലാം ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന സംസ്ഥാനമായി നമ്മളുടെ ഈ 57-ൽ ഒന്നാം കേരള ഗവൺമെന്റിൽ നമ്മൾ ഏറ്റവും പുറകുന്ന സംസ്ഥാനമാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഏറ്റവും മുന്നിലാണ് എല്ലാ വികസന സൂചികകളിലും നിൽക്കുന്നത്. അത് നിരന്തരമായ കേരളത്തിന്റെ പ്രവർത്തനങ്ങൾ കൊണ്ട്, ഗവൺമെന്റുകളുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഉണ്ടായ ഒരു നേട്ടമാണ്. ആ നേട്ടത്തിന് കേരളം ഏറ്റവും മുടിഞ്ഞ സംസ്ഥാനമാണ്, വ്യവസായം ഏറ്റവും പിന്നോക്കം നിൽക്കുന്നത്. കാരണം ആ 57-ൽ തുടങ്ങിയ ആ സംരംഭം, ആ കേരളത്തിന്റെ രാഷ്ട്രീയ മുഹൂർത്തം, അതായത് ആ രാഷ്ട്രീയ മുഹൂർത്തം, അത് ശ്രീ എം ജയചന്ദ്രൻ, ഞാൻ താങ്കളോട് ആഡ് ചെയ്തതാണ്. കാരണം ആ രാഷ്ട്രീയ മുഹൂർത്തം, അതായത് ഭൂപരിഷ്കരണം അടക്കം, വിദ്യാഭ്യാസ ബില്ലടക്കം, അവിടെ നിന്ന് തുടങ്ങിയ ആ നവോത്ഥാനത്തിൻ്റെ തുടർച്ച കൊളുത്തിവിട്ട ആ മഹാനായ മനുഷ്യൻ്റെ ആദ്യത്തെ മുഖ്യമന്ത്രിയുടെ ഓർമ്മദിനം കൂടിയാണ് EMSൻ്റേത്. ഈ ഒരു സാഹചര്യത്തിലാണ് കേരളം ഇന്ന് കേന്ദ്ര സർക്കാരിൽ നിന്ന് അപമാനം നേരിടുന്നതും അവഹേളനം നേരിടുന്നതും അർഹതപ്പെട്ടത് നിഷേധിക്കപ്പെടുന്നതുമായ ഒരു അവസ്ഥ കേരളത്തിനുള്ളത്. അവിടെയാണ് കേരളം രാഷ്ട്രീയവും നിയമപരവുമായി പോരാട്ടം നയിക്കുന്നത്. അപ്പോഴും ഇവരിങ്ങനെ ദ്രോഹിക്കുമ്പോഴും വയറ് മുറുക്കി കൊടുത്ത് നാം എല്ലാ മേഖലകളിലും മുന്നിലായി പതാക ഉയർത്തുന്നതും അങ്ങനെ തന്നെയാണ്. അവിടെയാണ് ശ്രീ നിർമ്മലാ സീതാരാമന് തെറ്റിപ്പോയതും. ശ്രീ എം ജയചന്ദ്രൻ. അതെ അജിം ഷാദ്, 27ാം ചരമവാർഷികമാണ് EMSൻ്റേത്. അദ്ദേഹം കൊളുത്തിവെച്ച ഒരു ദീപശിഖയുണ്ട്, കേരളത്തിൽ കൊളുത്തുന്ന ദീപശിഖ, ഒന്നാം കേരള സർക്കാർ മുതൽ. അത് ഏത് സർക്കാരുകൾ വന്നാലും ശരി, അദ്ദേഹം കൊടുത്ത ദീപശിഖയുടെ പ്രോജ്വലമായ അഗ്നി കെടാതെ തന്നെ നിൽക്കുകയാണല്ലോ മുമ്പോട്ട്. അങ്ങനെയാണല്ലോ കേരളം വികസിച്ച് ഈ നിലയിൽ എത്തി നിൽക്കുന്നത്. അപ്പോഴാണ് പാർലമെന്റിൽ നിന്നുകൊണ്ട് കേന്ദ്ര ധനകാര്യമന്ത്രി പറയുന്നത് കേരളം മുടിഞ്ഞത് ഇങ്ങനെയാണ്, ഏത് നോക്കുകൂലി കൊണ്ടാണ്. കേരളം മുടിഞ്ഞിട്ടില്ല, കേരളം ഉയർന്നിട്ടേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ കൂലി, നല്ല തൊഴിൽ സാഹചര്യം, നല്ല ആരോഗ്യം, നല്ല വസ്ത്രം ധരിക്കുന്നവർ, നല്ല ശുചിത്വമുള്ളവർ, അങ്ങനെ ഇന്ത്യക്ക് അഭിമാനിക്കാവുന്ന എല്ലാ മുഹൂർത്തവും ഉള്ളത് കേരളത്തിൽ നിന്നാണ്. ഇവരുടെ നീതി ആയോഗിൻ്റെ തന്നെ കണക്കുകൾ പ്രകാരം, അങ്ങനെ കേന്ദ്ര ഏജൻസിയുടെ തന്നെ കണക്കുകൾ പ്രകാരം പല കാര്യങ്ങളിലും 100-ൽ 90-ഉം മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. അല്ല, ഇപ്പൊ ഈ പറയുന്ന ഉയർത്തിപ്പിടിക്കുന്ന ആശമാർക്ക് പോലും 700 രൂപ കിട്ടണമെന്ന് രൂപാവകാശമാർ പറയുന്നതിന്റെ അടിസ്ഥാനം കേരളത്തിന്റെ ഈ പുരോഗാമിത്വമല്ലേ? ഇങ്ങനെ ഉൽപ്പതിഷ്ഠത്തോടെ മുമ്പോട്ട് വന്ന കേരളത്തിൽ നിന്നുകൊണ്ടല്ലേ ഇവർ പറയുന്നത് ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് തിരിച്ചെത്താം. ഞാൻ ഒന്ന് കേസോമനിലേക്ക്. ശ്രീ കേസോമൻ, താങ്കൾ ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകനാണ്, പക്ഷേ BJP ആണ് താങ്കളെ കൊണ്ട് താങ്കൾ നാവായി പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് താങ്കളെയല്ല എതിർക്കുന്നത്, താങ്കളുടെ അഭിപ്രായത്തെയും താങ്കളുടെ പാർട്ടി മുമ്പോട്ട് വെക്കുന്ന തെറ്റായ നയങ്ങളെയുമാണ്. ശ്രീ കേസോമൻ, എല്ലാ ബഹുമാനത്തോടുകൂടി ഞാൻ ചോദിക്കുന്നു, ഒരു തമിഴ്നാട്ടിലെയോ ആന്ധ്രയിലെയോ ഒരു BJPക്കാർക്ക് അവരുടെ സംസ്ഥാനം നേരിടുന്ന പ്രശ്നത്തിൽ ഇതുപോലെ സംസാരിക്കാനാകില്ല. ശ്രീ കേസോമൻ, ഇപ്പോഴെങ്കിലും താങ്കൾ ഒരു മലയാളിയാണെന്ന തിരിച്ചറിവിൽ. അജിംഷാദ്, ഇത് ഞങ്ങൾ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലം തൊട്ട് കേൾക്കുന്നതാണെന്നേ. അടൽ ബിഹാരി വാജ്പേയി ഒരു നല്ല മനുഷ്യനാണെന്നും അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം കൊള്ളില്ല എന്നും നിങ്ങളൊക്കെ പറഞ്ഞത് ഞങ്ങൾ കേട്ടിട്ടാണെന്ന് ഇവിടെ എത്തിയത്. അന്ന് ബഹുമാനപ്പെട്ട EM ശങ്കരൻ നമ്പൂതിരിപ്പാടും ഇങ്ങനെ തന്നെയായിരുന്നു പറഞ്ഞിരുന്നതെന്നേ. കേന്ദ്ര ധനകാര്യമന്ത്രി കേരളത്തെ അപമാനിച്ചിട്ടില്ല, കേരളത്തെ അപമാനിച്ചിട്ടില്ല. കേരളത്തിലുണ്ടായിരുന്ന ഒരു അപരിഷ്കൃതമായ തൊഴിൽ സംസ്കാരത്തെ അവർ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വസ്തുത. ഒന്ന്. രണ്ട്, അല്ല, തെറ്റാണ്, അത് തെറ്റാണ്. ഒന്ന്, അങ്ങനെ ഒരു സാഹചര്യം ഇപ്പോൾ കേരളത്തിൽ ഏത് സാഹചര്യത്തിൽ അത് ചോദിച്ചാൽ അവരവതരിപ്പിച്ച ബഡ്ജറ്റിനെ സംബന്ധിച്ച് അവരവതരിപ്പിച്ച ബഡ്ജറ്റാണ്. ബംഗാളും കേരളവും മുടിപ്പിച്ചത് ഈ നോക്കുകൂലിയാണ്. കേരളം ഇവിടെ ഉണ്ടായിരുന്നതാണ്, നിങ്ങളുടെ സംസ്ഥാനമാണ്. ഇവിടെ ഉണ്ടായിരുന്ന അപരിഷ്കൃതമായ ഒരു തൊഴിൽ സംസ്കാരം കേരളത്തിന്റെ വ്യവസായ ഭൂമിയെ
ഇവിടെ ഉണ്ടായിരുന്ന സംസ്കാരത്തെയാണ് അവർ പറഞ്ഞത്. ഉണ്ടായിരുന്ന ഇപ്പോഴില്ലല്ലോ. അത് മാത്രമല്ല സമരങ്ങളിലൂടെയും പോരാട്ടങ്ങളിലൂടെയും എല്ലാ കാര്യത്തിലും വികാസത്തിൽ എത്തിച്ച സംസ്ഥാനമാണ്. നിർമ്മല സീതാരാമനെ മഷിയിട്ട് നോക്കിയാൽ കേരളത്തെ പോലെ ഇത്രയും നല്ലൊരു സംസ്ഥാനം, എല്ലാ കാര്യത്തിലും പുരോഗതിയുള്ള സംസ്ഥാനം ഇന്ത്യയിൽ വേറെ എടുക്കാനാകില്ല. ആ വസ്തുത ശ്രീ കെ സോമൻ അംഗീകരിക്കുന്നുണ്ടോ? മലയാളിയായ കെ സോമൻ, ഈ സംസ്ഥാനത്താണ് അജിംസെ ഈ സംസ്ഥാനത്താണ് ഈ സഹോദരിമാർ കഴിഞ്ഞ 10-35 ദിവസക്കാലമായി ഉത്തരവാദിത്തമാണ് കേന്ദ്രം കേന്ദ്ര സർക്കാരിന്റെ വീഴ്ചയാണ്. കാണുന്നില്ല. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഏറ്റെടുക്കണം. കേരളത്തിന്റെ വീഴ്ചയാണ്, കേരളത്തിന്റെ കെടുകാര്യസ്ഥതയാണ്, കേരളത്തിന്റെ നയവൈകല്യമാണ്. അവരത് ഏറ്റെടുക്കണം. ശ്രീ എം ജയചന്ദ്രൻ, നമ്മൾ ചർച്ച വൈൻഡപ്പ് ചെയ്യാണ്. ഇപ്പോഴും BJPയുടെ വഞ്ചി തിരുനക്കര തന്നെയാണ്. ഇൻസെന്റീവിന്റെ കാര്യത്തിലടക്കം കേരളത്തിന് അർഹതപ്പെട്ടത് തരാത്ത സാഹചര്യം ഇവർ സോമനടക്കമുള്ള BJPക്കാർ അഡ്രസ് ചെയ്യുന്നില്ല. 1. 2, വീണ്ടും ആശമാര കാര്യത്തിൽ ഇൻസെന്റീവിന്റെ കാര്യത്തിൽ അടക്കം കേന്ദ്ര സർക്കാർ കിട്ടാത്തത് എന്താണ്? ഇൻസെന്റീവ് കിട്ടുന്നില്ല സർക്കാരിന്റെ മാർഗനിർദ്ദേശങ്ങൾ ലംഘിച്ചത് കൊണ്ട് കിട്ടുന്നില്ല. പുതിയ ഒറ്റ കാര്യമുള്ളൂ ഇതിനെ നമുക്ക് പരിഹരിക്കാൻ കഴിയുന്ന. നമ്മുടെ മുമ്പിൽ നമ്മൾ നിയമാനുസൃതം ജീവിക്കുന്ന ആൾക്കാരാണല്ലോ നമ്മളെല്ലാവരും. സമരം ചെയ്യുന്ന ആശമാരടക്കം തങ്ങൾക്ക് അർഹമായ വേതനം തങ്ങൾ ചെയ്യുന്ന ജോലിക്ക് ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഏതെങ്കിലും ലേബർ ഓഫീസിൽ ഒരു പരാതിയെങ്കിലും കൊടുക്കാൻ ഇവർക്ക് ആധികാരികമായി പ്രാപ്തി നൽകുന്ന എന്തെങ്കിലും ഒരു തൊഴിൽ സുരക്ഷിതത്വം ഇവരുടെ ജോലിക്കുണ്ടോ? അടിസ്ഥാനപരമായ ചോദ്യം അതാണല്ലോ. ഒരു ലേബർ ഓഫീസിൽ പോകണമെങ്കിൽ അടിസ്ഥാനപരമായി ഇവര് ഒരു തൊഴിലാളിയാണ് ഇത് തെളിയിക്കാൻ തോന്നുന്ന എന്തെങ്കിലും ഒരു തൊഴിൽ സുരക്ഷാ കാർഡ് ഇവർക്കുണ്ടോ? ഇല്ലല്ലോ. കാരണം അവർ തൊഴിലാളിയല്ല, അവർ സ്കീം വർക്കറാണ്, അവർ വോളണ്ടിയറാണ്. അതിന് ഉത്തരവാദി ആരാണ്? അവരെ വർക്കറാക്കുന്നത്? എംപ്ലോയി ആക്കേണ്ടത് ആരാണ്? യൂണിയൻ ഗവൺമെന്റ് ആണ്. ഈ ആശാ വർക്കർമാരെ ഹരിയാനയിൽ സമരത്തിന് കൊണ്ടുപോയി CIT ഇരുത്തിയത് എന്തിനാ? ഈ CIT-കാരെ ഈ ഹരിയാനയിൽ ആശാ വർക്കർമാരെ കൊണ്ടിരുന്നത് കേന്ദ്ര സർക്കാരിന്റെ ആശമാർ സമരം ചെയ്യുന്നല്ലോ, CIT അടക്കമുള്ളവർ. യൂണിയൻ ഗവൺമെന്റ് അവർക്ക് ലേബർ നിയമം ബാധകമല്ലെങ്കിൽ പിന്നെ എന്തിനാണ് അവരെ CIT സമരത്തിന് കൊണ്ടിരുത്തുന്നത്? എന്തിനാണ് കൊണ്ടിരുത്തുന്നത്? സർക്കാരിനെതിരെയാണ് അവർ സമരത്തിന് കൊണ്ടിരുത്തിയത്. CIT അവരെ കൊണ്ടിരുത്തിയത് കേന്ദ്ര സർക്കാരിനെതിരെയാണ്. ജയചന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ തൊഴിൽ നിയമങ്ങൾ ബാധകമല്ലെങ്കിൽ അവരെന്തിന് അവിടെ സമരത്തിന് കൊണ്ടിരുത്തി? എവിടെ? ആരെ? കേന്ദ്ര സർക്കാരിനെതിരെയാണ് ഹരിയാനയിലെ തൊഴിലാളികളെ കൊണ്ടിരുത്തിയത്. കേരളത്തിലും കേന്ദ്ര സർക്കാരിനെതിരെ ആശമാരെ CIT തൊഴിലിൽ സമരത്തിൽ കൊണ്ടിരുത്തിയിട്ടുണ്ട്. ഇവിടെ അങ്ങനെ പോകണം, അല്ലാതെ അവരെ വഴിതെറ്റിച്ച് പിന്തുണയ്ക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. BJPയും ചെയ്യുന്നുണ്ട്, UDF-ഉം ചെയ്യുന്നുണ്ട്. ഞാൻ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഇടപെടുകയാണ്. അതായത് ഈ സത്യം ഒരു വട്ടം ചുറ്റുമ്പോൾ ഒരുപക്ഷെ കള്ളം ലോകം മുഴുവൻ ചുറ്റിയിരിക്കാം, ചർച്ചിൽ പറഞ്ഞതുപോലെ. അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ BJP സർക്കാരും BJPയും പ്രചരിപ്പിക്കുന്ന പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ട്, വസ്തുതാവിരുദ്ധത. അതിൻ്റെ മറവിൽ അർഹിക്കപ്പെട്ട കേരളത്തിൻ്റെ അവകാശം നിഷേധിക്കാമെന്ന് കരുതേണ്ട. ഇതുതന്നെയാണ് തീർച്ചയായും ചെവിയിൽ നുള്ളി ചർച്ചയെ ക്രോഡീകരിക്കുമ്പോൾ പറയാനുള്ളത്. BJPയോട് പ്രത്യേകിച്ചും. ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ന്യൂസ് ആൻഡ് വ്യൂസിലൂടെ പൂർണ്ണമാണ്.